വേദപുസ്തകത്തിലെ സാധാരണ വേദപണ്ഡിതന്മാരെ വേദപുസ്തകത്തിലെ വേദപുസ്തകമാണ് യെശയ്യാ പ്രവചനം. കാരണം നമുക്കറിയാം, വേദപുസ്തകം സത്യവേദ പുസ്തകം 66 പുസ്തകം അടങ്ങുന്ന വിലപ്പെട്ട പുസ്തകമാണ്. ആ 66 പുസ്തകത്തിലെ വേദപുസ്തകമാണ് യെശയ്യാ പ്രവചനം. കാരണം ഇതിന് 66 അധ്യായമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് യെശയ്യാ പ്രവചനം. നമുക്കറിയാം, വേദപുസ്തകം 66 പുസ്തകങ്ങളാണ്. ഇതൊക്കെ അറിയാവുന്നവരായി ഇവിടെ ഇരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം, ആദ്യ പുസ്തകം, ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം. ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ആ 5 പുസ്തകം മോശെ എഴുതിയ പുസ്തകങ്ങളാണ്. ഈ വേദപുസ്തകം 66 പുസ്തകം നമുക്കറിയാം, നിങ്ങൾക്കറിയാം. ഏതാണ്ട് 40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർത്തത്. അല്ലാതെ ഒരാൾ തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതുകയല്ല. അങ്ങനെ എഴുതിയ പുസ്തകം ഒത്തിരി ഉണ്ട്. അതിനെല്ലാം പരുവക്കേടുവാ. തന്നെ ഇരുന്ന് അങ്ങ് എഴുതുക. അപ്പോൾ പുള്ളിക്ക് തോന്നുന്നതെല്ലാം എഴുതി വെക്കും, പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം വെട്ടും. അങ്ങനെയുള്ള പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ വേദപുസ്തകത്തിൻ്റെ വിശേഷത ഒരാൾ എഴുതിയതല്ല. 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയതാണ് ഈ സത്യവേദ പുസ്തകം. ഇവർ പലരും തമ്മിൽ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല പലരും. കാരണം പലരും പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാ. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനും നേർക്ക് നേരെ കണ്ടിട്ടില്ല. കാരണം രണ്ടുപേരും എത്രയോ വ്യത്യാസത്തിലാണ് ജീവിച്ച് ശുശ്രൂഷകൾ ചെയ്തത്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വിശേഷത, ഇത് വായിക്കുമ്പോൾ തോന്നും ഒരാൾ എഴുതിയതാണെന്ന് തോന്നും. അതാ ഈ പുസ്തകത്തിൻ്റെ വിശേഷത. ഈ പുസ്തകം എടുത്തുകൊണ്ട് എവിടെയും ചെല്ലാം. ചില വിവരദോഷികൾ ഈ പുസ്തകം കത്തിക്കാറുണ്ട്. നമ്മളൊന്നും മിണ്ടണ്ട. അവർ കത്തിക്കുവോ വായിക്കുവോ നമുക്കത് വിഷയമല്ല. പിന്നെ അവർ കത്തിക്കുമ്പോൾ നമ്മൾ ഉടനെ പ്രകടനം നടത്തുക, ഞങ്ങളിലൊന്നിനെ തൊട്ടെന്ന്. നിനക്ക് തലയ്ക്ക് ഓളവാ. ഇവിടെ കിടന്ന് ചാടിയാലൊന്നും ഏക്കുകയല്ല. വിഷയങ്ങൾ മേളിലോട്ട് കൊടുക്കണം. മേളിലൊരു പുള്ളി ഇരിപ്പുണ്ട്. പുള്ളിയായത് മുഴുവൻ നിയന്ത്രിക്കുന്നേ. അല്ല, ഇവിടെ 5-6 ബന്ധുക്കോസുകാരുമായിട്ട് റോഡേ കൂടെ ഒരു ബാനറും പിടിച്ചുകൊണ്ട് ഞങ്ങളിലൊന്നിനെ സ്തോത്രം. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാണ്. സ്തോത്രം. ഉന്നതനുമേതേ ഉന്നതനും അവനുമേതേ അത്യുന്നതനുണ്ട്. രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാണ്. ഞാൻ തീർത്ത കാര്യം പറയാം. യോജിച്ചാലും കൊള്ളാം, യോജിച്ചാൽ ഇവിടെ വാർഡ് മെമ്പറിൻ്റെ പുറകെയോ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പുറകെയോ MLA-യുടെ പുറകെയോ MP-യുടെ പുറകെയോ മന്ത്രിയുടെ പുറകെയോ തന്ത്രിയുടെ പുറകെയോ ഒക്കെ പോയിട്ട് വലിയ ഫലം ഒന്നും ഉണ്ടാകുകയില്ല. അവർ നമ്മളെ മാത്രം നോക്കിയാൽ പോരെ. എല്ലാവരും ഇവിടെ വന്ന കൺവെൻഷന് യേശു എന്ന് പറഞ്ഞാൽ ചപ്പറെ പോയി പറയും അയ്യപ്പൻ്റെ കാര്യം പറയും. അത് കഴിഞ്ഞ് അപ്പുറം ചെന്ന് പറയും അള്ളാഹുവിൻ്റെ. അത് അവരുടെ കുറ്റമല്ല. അങ്ങനെ ഒക്കൂ. ഇവിടെ വന്ന് സുവിശേഷം നമ്മൾ പറയും ഇന്നയാൾ ഇവിടെ വന്ന് സുവിശേഷം. പിന്നെ അവർ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇറക്കേണ്ടടുത്ത് അവർ അതിൻ്റെ പരുവത്തിന്. എന്നാലും ബന്ധുക്കോസ് നിനക്ക് തലയ്ക്കോളവാ. ഇവിടെ പാവപ്പിടിച്ച ദൈവദാസന്മാരും ദൈവമക്കളും നന്നായിട്ട് വചനം പറഞ്ഞായിരുന്നു കുത്തിയിരുന്ന് ഉറങ്ങിയേച്ച്. അത് ജനപ്രതിനിധികൾ ഒരു കൂട്ടരുടെ അല്ലല്ലോ, അവരെല്ലാവരുടെയും കൂടെയാണ്. അപ്പം അവർക്ക് അത് ചെയ്തേ ഒക്കൂ. അങ്ങനെ ചെയ്യണം. ഇവിടെ വന്ന് വേദപുസ്തകം ഉയർത്തിയ ചപ്പറ പോയി നിലവിളക്ക് കൊടുത്തും അതിനപ്പുറം പോയി ചിലപ്പോൾ തലയെ കെട്ടിയ ചുവന്ന് കിടക്കും. അവർക്കതേ ഒക്കുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളോടൊരു കാര്യം പറയാം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്.
നിന്റെ വിഷയങ്ങളെല്ലാം മേളിലോട്ട് കൊടുക്കണം. ഉയരത്തിലൊരുവൻ ഇരിപ്പുണ്ട്. അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. നമുക്കറിയാമല്ലോ വചനം, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ. ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം അങ്ങ് നല്ല മൂപ്പി വരുമ്പം ഒരു തിരിതിരിക്കും, അതിലേ അങ്ങ് പൊക്കോളൂ. അപ്പൊ ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് ഇളകരുത്, സ്വത്രത്തെ ആകരിച്ചിരുന്നാൽ മതി. പുള്ളി അത് പരുവത്തിൻ്റെ തിരിതിരിക്കും. ഇപ്പൊ ചിലതൊക്കെ പുള്ളി തിരിച്ചോണ്ടിരിക്കുക. സ്തോത്രം. ഒന്നും മിണ്ടരുത്, പ്രാർത്ഥിച്ചാൽ മതി. അതെ, മടങ്ങി വരാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനും തമ്മിൽ കണ്ടിട്ടില്ല നേരിട്ട്. പക്ഷേ വായിച്ചാൽ തോന്നും ഒരാൾ എഴുതിയതാണ്. കാരണം ഇതിനകത്തെ പല കാര്യവും അതിനകത്തുണ്ട്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച പല കാര്യവും വെളിപ്പാടിൽ വന്ന് അവസാനിക്കുക. ഈ പുസ്തകം തമ്മിൽ വളരെ ബന്ധമാണ്. അതെ, ആദ്യത്തെ 5 പുസ്തകം ഓർപ്പിച്ചല്ലോ. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായമുണ്ട്? പറ, നിങ്ങൾ പറ, നോക്കാതെ പറ. അതിൽ തണുപ്പം പിടിച്ച് വന്ന് കുത്തിയിരിക്കുകയല്ലയോ? ഉള്ളതാട്ടമ്മേ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായം, പുറപ്പാട് പുസ്തകം 40 അധ്യായം, ലേവ്യ പുസ്തകം 27 അധ്യായം, സംഖ്യാ പുസ്തകം 36 അധ്യായം, ആവർത്തന പുസ്തകം 34 അധ്യായം. ഇങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. ഈ പുസ്തകമെല്ലാം എഴുതിയത് മോശെ എഴുതിയ പുസ്തകങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം. പിന്നീട് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെ. പിന്നെ സംഗീത പുസ്തകങ്ങൾ. പിന്നെ പ്രവചന പുസ്തകം യെശയ്യാവ് മുതൽ മലാക്കി വരെ. ഇങ്ങനെ പഴയ നിയമം 39 പുസ്തകങ്ങൾ. പുതിയ നിയമം നമുക്കറിയാം 27 പുസ്തകങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീടുള്ള 21 പുസ്തകം ലേഖന പരമ്പരകളാണ്. അത് മുഴുവൻ ഉപദേശങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അങ്ങനെയാണ് ഈ 66 പുസ്തകങ്ങൾ. ഓർപ്പിച്ചല്ലോ, 40 എഴുത്തുകാർ. അതിൽ 32 എഴുത്തുകാരാണ് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. 8 എഴുത്തുകാരാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ആട്ടെ, നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവെടുത്താണല്ലോ ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്. ഈ സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ വിശേഷത എവിടെയും കൊണ്ടുചെല്ലാൻ പറ്റുന്ന നല്ല പുസ്തകമാണ് സത്യവേദ പുസ്തകം. കയ്യിലിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അതല്ല പരുവത്തിന് ആ മിഷണറിമാർ ഇവിടെ വന്ന് അതെല്ലാം അച്ചുകൂടമൊക്കെ ഉണ്ടാക്കി അത് വേദപുസ്തകം അടിച്ചു തരാൻ വേണ്ടി ആ അച്ചുകൂടം കൊണ്ടുവന്നതും അച്ചടിശാല എല്ലാം ക്രമീകരിച്ച് കൊണ്ടുവന്നത്. പിന്നെ അങ്ങനെയുള്ള അച്ചടിശാല പിന്നെ വേറെ പലതും അച്ചടിച്ച് വരിക മാത്രമല്ല, ഈ പുസ്തകത്തിനെതിരെ അച്ചടിച്ചിപ്പം വരിക. അതൊക്കെ പുള്ളി തീരുമാനിച്ചോളൂ എന്ന് യോജിക്കണമെന്ന്. അപ്പം എന്തായാലും അത്രയ്ക്ക് വിലപ്പെട്ട പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇത് എടുക്കേണ്ടതുപോലെ എടുത്തവർക്കാർക്കും ദോഷം വന്നിട്ടില്ല. ഇത് കൊണ്ടുപോകേണ്ടതുപോലെ കൊണ്ടുപോയവർക്കാർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇനി വരികയില്ല. എവിടെയും ഉയർത്താൻ പറ്റിയ നല്ല പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇവിടെ മുമ്പേ പാട്ട് പാടിയല്ലോ, തേനിലും മധുരം. ഇത് അണ്ണാക്കിന് മധുരമാണ്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം. ഉലകിലൊരുക്കി ശുദ്ധി ചെയ്ത് ഇതിനകത്ത് കീടമൊന്നുമില്ല. എല്ലാം കളഞ്ഞ് ക്ലിയറാക്കി തന്നിരിക്കുക. ഒരു വള്ളി പുള്ളി പോലും മാറ്റി. ഇപ്പം പുതിയ തിയോളജിയന്മാരൊക്കെ ഇറങ്ങി വന്നിച്ച് ഈ പുസ്തകം കൊള്ളുകയില്ല, വേറെ ഒരു പുതിയതൊക്കെ ഇറക്കുക. ഇതിനകത്ത് പല പ്രയോഗങ്ങളും കൊള്ളുകയില്ലെന്നൊക്കെ ഞാനിതിനെ എതിർക്കുന്നില്ല. പണ്ഡിത ശിരോമണികളെല്ലാം നെടുക ഇറങ്ങിയിട്ടുണ്ട്. ഇത് കൊള്ളുകയില്ലെന്നായി പറയുന്നത്. അത് കാരണം ഇപ്പം എല്ലാവരും വേറെ രീതിയിലൊക്കെ പോകുന്നത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത്രയും കൊല്ലം കൊണ്ട് ഈ പുസ്തകത്തിന് ഒത്തിരി വ്യത്യാസം വരുത്തുവാനിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം എവിടെയും ഉയർത്താൻ പറ്റിയ പുസ്തകമാണ് ഈ വേദപുസ്തകം. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം.
അതെ, മുൻപോട്ട് പോകാം. അങ്ങനെയുള്ള ഈ പുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങൾ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ വലിപ്പവും വണ്ടിയുടെ വിലയും വീടിൻ്റെ ചുറ്റുപാടും അനുസരിച്ചല്ല. ഇപ്പോഴത്തെ വലിയ പ്രവാചകന്മാരെയൊക്കെ അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. സൈക്കിളിൽ വരുന്ന പുള്ളി ചെറിയ പ്രവാചകനും കാറിൽ വരുന്ന പുള്ളി വലിയ പ്രവാചകനും. അങ്ങനെ മനുഷ്യൻ്റെയൊക്കെ രീതികൾ അങ്ങനെ. മുണ്ട് കൊടുത്തിട്ട് സഞ്ചിയും തൂക്കി നടന്നു വരുന്ന ആള് ചെറിയ പ്രവാചകൻ. കയ്യും കോട്ടും എല്ലാം കെട്ടി മിണ്ടാൻ പോലും വലിയ ബുദ്ധിമുട്ടുള്ള ഇരിക്കുന്ന പുള്ളി വലിയ പ്രവാചകൻ. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ അളവല്ല ദൈവത്തിൻ്റെ അളവ്. നമ്മൾ നോക്കുന്നത് പോലല്ല ദൈവം നോക്കുന്നത്. നമ്മൾ ഈ വലിയവരെന്ന് പറയുന്ന പല ആൾക്കാരും അവിടെ വലിയവരല്ല. നമ്മളിവിടെ ഗവനിക്കാത്ത പല ആൾക്കാരും അവിടെ നന്നായിട്ട് ശോഭിക്കും. അതൊക്കെ ഈ വേദപുസ്തകത്തിൻ്റെ വിശേഷത. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ വലിയ പ്രവാചകന്മാരുടെ നിരകിൽപ്പെട്ട വ്യക്തികളാണ് നമുക്കറിയാം യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാ ഈ ഹോശേയ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചക പുസ്തകങ്ങൾ. നാം ഇന്ന് രാത്രി വലിയ പ്രവചന പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം എല്ലാവർക്കും മനഃപാഠമാ. ആ ഭാഗമാ വായിച്ചത്, ഓർപ്പിച്ചല്ലോ. ഈ പ്രവാചകന്മാരെ പറ്റി പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ ഒരു വിശേഷത, ഒന്ന്, ഇദ്ദേഹം ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. കാരണം 1-ാം വാക്യം ഒന്ന് വായിച്ചു, 1:1 പെട്ടെന്ന്. ദൈവദാസനാണോ ഇന്ന് വായിച്ചു തരുന്നേ? വായിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാവ്. അപ്പോൾ ആമോസിന്റെ മകൻ. ഇത് രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തികളാണ്. ആമോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ ആമോസ് അല്ല, രാജാവായ രാജകുടുംബത്തിൽപ്പെട്ട ആമോസ്. നമുക്കറിയാം യഹൂദയിൽ ഏതാണ്ട് 20 രാജാക്കന്മാര് ഭരിച്ചു. 20. ഇത് വേദപുസ്തക ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഇസ്രായേൽ 2ആയിട്ട് വിഭജിക്കപ്പെട്ടല്ലോ ശലോമോന്റെ മകനാകുന്ന രെഹബയാമിന്റെ കാലത്ത്. ആദ്യത്തെ 40 വർഷം പ്രഥമ രാജാവാകുന്ന ശൗൽ ഭരിച്ചു. അത് പരുവക്കേടായതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന അവനെ നീക്കിയിട്ട് ദൈവം ബോധിച്ച പുരുഷനായി ദാവീദിനെ കൊണ്ടുവന്നു. പുള്ളി ഒരു 40 വർഷം ഭരിച്ചു. അതിനുശേഷമായിട്ട് ദാവീദിന്റെ മരണകാലം എടുത്തപ്പോൾ തൻ്റെ മകൻ ശലോമോനെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞത് ചുമതലപ്പെടുത്തി. 2:1 വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:1. പെട്ടെന്ന് വായിച്ചോണം, പേടിക്കൊന്നും വേണ്ട, അതൊക്കെ വായിച്ചാൽ മതി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ. താഴെ ഇടതുവശത്ത് താഴെ. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാ. അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്താ. മരണകാലം അടുത്ത് വന്നപ്പം ചെറുക്കനെ വിളിച്ച് അങ്ങനെയൊക്കെ പറയണം, ചുമ്മാ ഇക്കിളിട്ട് പോകരുത്. അങ്ങനെയൊക്കെ പോകുന്ന അപ്പന്മാരുണ്ട്. ജോയിക്കോട്ടി അപ്പച്ചൻ എങ്ങനെയാ മരിച്ച് ഒന്നും പറഞ്ഞു കൊച്ചുങ്ങളോട് കാര്യമെല്ലാം പറഞ്ഞു വെച്ച് പോകണം. എടാ, ആധാരം ബാങ്കിലിരിക്കാൻ എടുക്കണം, ഇത്ര രൂപയ്ക്കാണ് വെച്ചത്, അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇന്ന ആൾക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട്, ഇന്നയാൾ നമുക്ക് തരാനും ഉണ്ട്, കരവടച്ച രസീത് ഇന്നടുത്ത് ഇരിപ്പുണ്ട്, ഇതൊക്കെ പറയണ്ടേ. ബാങ്കിൽ ഇത്രയുണ്ട്, അക്കൗണ്ട് ഇന്ന സ്ഥലത്തൊക്കെ. അല്ല, പമ്പി ഇരുന്നാണ്ട് തിരുവല്ല കുമ്പനാട്ടൊക്കെ കോടിക്കണക്കിന് പൈസ ബാങ്ക് കിടക്ക, നോമിനി പോലും മുതുക്കന്മാർ വെക്കാതാ. ഇവിടെ ആർക്കെങ്കിലും ഗുണം വരുന്ന കാര്യം ചെയ്യണ്ടേ? നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? ഇനി പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. പോയ വഴി കൂടെ പണ്ട് മല്ലപ്പള്ളി പീലി കുഞ്ഞ് പറഞ്ഞ പോലെ പോയത് പോട്ടെ പോരടി ബാപ്പി എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്തേച്ച് വേണം ചാകാൻ. അമ്മ ഇങ്ങനെ കൈകൊട്ടി പോയാൽ കാര്യം നടക്കുകയില്ല. കൈ കൊട്ടണം, ഇതെല്ലാം ക്രമീകരിച്ചേച്ച് ഏത് സമയത്ത് മരണം വരും. ഡമ്പോട് വാണീണും ധനാഢ്യർ സാധുക്കളായോരും ഡമ്പോട് വാണീടും
ഒരുപോലെ ലോകം എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും നീ അതു മറക്കാൻ എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം എല്ലാരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും നീയതു നിഴൽ പോലെ നീയതു ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തന്റെ മകനെ ശലോമോനെ വിളിച്ച് കാര്യം പറഞ്ഞതാണ്. 2:1 വായിച്ചു ദൈവദാസനെ. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ മരണകാലം അടുത്തു വന്നപ്പോ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മരിക്കുമ്പോഴും മക്കളോട് മിണ്ടാതെ ചത്ത എത്ര എണ്ണത്തിനെ എനിക്കറിയാം. കൊമ്പ് പുറത്ത് നിൽക്കുക. അപ്പനും അമ്മയും വായു വലിച്ചെന്ന് കേട്ടപ്പോ പോലും കാണാൻ പോകാത്ത മക്കളെയും അറിയാം. ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലാ കൂടുതലും. 5:30 കുർബാനയ്ക്ക് കുറുക്കം പോലെ പള്ളിയിലോട്ട് പോവുക. 10 മണിയാകുമ്പോൾ ബന്ധിക്കോസുകാർ തമ്പറുമായിട്ട് വീട് മുതലേ കൂട്ടുക. എന്താ നീ കാണിക്കുന്നത്? ഞാൻ മരണ വീട്ടിൽ പറയാൻ, ജീവിച്ചിരിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കവളിന് ഉമ്മ കൊടുക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ചെല്ല് കയ്യിൽ മിണ്ട് കയ്യില്ല. ചത്ത് കഴിയുമ്പോൾ ഡെഡ് ബോഡിയാണ്. എൻ്റെ ചാച്ചിയെ തരത്തില്ലെന്ന് ഒരൊറ്റ ഇടി ഇടിക്കണം. അന്നേരം ചാച്ചിയെ തരികയില്ലെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ മിണ്ട് കയ്യില്ല, ചെല്ല് കയ്യില്ല, വെള്ളവും കൊടുക്കുക. എന്നിട്ട് പറയാ ചാച്ചിയെ. നമുക്ക് പ്രമാണമില്ലാതെ എന്തേലും ഒരു ഇച്ചിരി ഉണ്ടായിരുന്ന ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. മരിച്ചു കഴിഞ്ഞ് ചെയ്തിട്ടൊന്നും ഏക്കുകയല്ല. അത് പോട്ടെ, ഇത് വായിച്ചോ. കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. എന്റെ മകനെ ശലോമോനെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട് കടന്നു പോകുന്നു. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. നീ ധൈര്യം കൊണ്ട് പുരുഷനായിട്ടിരിക്കുക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും, എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി എന്റെ മുമ്പാകെ സത്യമായി തടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിക്കുവാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല. നീ ക്രമീകരണത്തോടെ നിന്നാൽ നിന്റെ സന്തതിക്കുന്ന ഒരുത്തനും ഇല്ലാതിരിക്കുകയല്ല. പക്ഷെ പുള്ളി ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഒറ്റ പ്രാർത്ഥനയ്ക്ക് തേജസ്സുമല്ല ഇറങ്ങി. ആദ്യം പ്രാർത്ഥനയായിരുന്നു പുള്ളിക്ക് പെയിൻ, പിന്നെ അവസാനം പിന്നെ കല്യാണമായി. ആദ്യം പുള്ളിക്ക് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ തേജസ് ഷക്കേന ഇറങ്ങി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും അത് ആരംഭ സമയത്താണ്. പിന്നെ പുള്ളി പരിവക്കേടായി. പിന്നെ വിവാഹ ശുശ്രൂഷയായിട്ട് 11:1 വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11:1 മുതൽ വായിച്ചേ. വായിച്ചു. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബിയർ, അമോന്യർ, ഏദോമിയർ, സീദോനിയർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേകം സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആദ്യ സമയത്ത് ഭയങ്കര പ്രാർത്ഥനയും ദൈവത്തോട് വളരെ ബന്ധമാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പരുവക്കേടായി. പിന്നെ പുള്ളി പ്രാർത്ഥനാ യോഗത്തിന് പോകത്തില്ല, മുഴുവൻ വിവാഹ ശുശ്രൂഷയ്ക്ക. അങ്ങനെയുള്ള പല ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണുകയല്ല, മുഴുവൻ നെടുക കല്യാണം നടത്തുക. ഇവരുടെ സൗകര്യത്തിന് ചില കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡേറ്റ് മാറ്റുന്നു, ടൈം മാറ്റുന്നു.
ആട്ടെ, അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് പ്രമാണമെല്ലാം വിട്ടത് കൊണ്ട് പരുവക്കേടായി. ഇദ്ദേഹത്തിന്റെ മകൻ രഹബയാം, ശലോമോന്റെ മകൻ രഹബയാമിന്റെ കാലത്താണ് രാഷ്ട്രം രണ്ടായിട്ട് വിഭജിച്ചത്. 10ഉം 2ഉം ഗോത്രം 2 ഭാഗത്തേക്ക് എന്ന് തിരിഞ്ഞു. 2 ഗോത്രം യഹൂദയിൽ യെരൂശലേം, 10 ഗോത്രം ഇസ്രായേല്. അത് ദാനിലും ബഥേലിലും 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി ശേഖേം ഒക്കെ അവരുടെ കേന്ദ്ര സ്ഥലമാക്കി ഭരണം അങ്ങോട്ട് നടത്തി. അപ്പോൾ ഇസ്രായേലിൽ ഏതാണ്ട് 19 രാജാക്കന്മാരും യഹൂദയോട് ബന്ധപ്പെട്ട് 20 രാജാക്കന്മാരും ഭരണം നടത്തി. ആ 20 രാജാക്കന്മാരിൽപ്പെട്ട ആ ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് നമ്മുടെ വായിച്ച യെശയ്യാ പ്രവാചകൻ, ആമോസിന്റെ മകൻ. ഇനി ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കാലം ശക്തരായ 4 രാജാക്കന്മാരുടെ കാലത്ത്. 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. 1:1 ശുശ്രൂഷ കാലയളവ്. യെശയ്യാവ്. നമ്മൾ രാജാക്കന്മാരെല്ലാം വിട്ടു, യെശയ്യാവിലോട്ട് വരണം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, എന്നിവരുടെ കാലത്ത് പുള്ളിയുടെ ശുശ്രൂഷ. അപ്പോൾ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ്, അതിൽ 3 പരുവക്കേടുകാരാ. പരുവക്കേടെല്ലാം പിടിച്ചവന്റെ കാലത്താ ഈ പുള്ളിയുടെ ശുശ്രൂഷ. ഉസിയാവ് അയാളെ പോലൊരു ഒന്നും പറയുന്നില്ല. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 18 ആ കണ്ണിക തുടങ്ങുന്നിടത്തൊന്ന് വായിച്ചേ. 26 മറിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു കണ്ണിക തുടങ്ങുന്നുണ്ട്. ആ കാലത്ത് അല്ലെന്ന് അവൻ ബലവാനായപ്പോൾ 19-ാം വാക്യമാണെന്ന് തോന്നുന്നു. 16 ഞാനൊന്നും ചെയ്യത്തില്ല, പതുക്കെ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യണ്ട കണ്ണിക തുടങ്ങുന്നിടത്ത്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ഈ കക്ഷി കടന്നു ചെന്നു. അടുത്തത് അസരിയ പുരോഹിതനും. അപ്പോൾ അവിടുത്തെ ഉപദേശം പറഞ്ഞു രാജാവിനോട്, ഉസിയാവിനോട്. അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും 80 കൗൺസിൽ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് 80 പേരാ ചിലയിടത്തൊക്കെ എന്ന് തോന്നുന്നു. അത് നോക്കട്ടെ. ഇത് വായിക്കും. അവന്റെ പിന്നാലെ അകത്ത് ചെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ചില സഭകളിലൊക്കെ ഉപദേശമാരെ കടത്തിവെട്ടി സെക്രട്ടറി ആണെന്നും പറഞ്ഞ് കയറി ബലസുന്ന കുറെ വിദ്വാൻമാരുണ്ട്. 2 പേനായും 1 ബുക്കുമായിട്ടല്ലേ കോഴിക്കാരൻ വരുന്നത് പോലെ ചില സഭകളിലെ, എല്ലായിടത്തും അല്ല. ഇപ്പോൾ സഭയുടെ സെക്രട്ടറി, ഇവന് പുസ്തകക്രമം പോലും അറിയാൻ മേല. അവനോട് പറയാ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരുമെന്ന് ക്രമം തെറ്റാതെ പറയാൻ പറഞ്ഞാൽ പറയും ഒക്കെ എനിക്കറിയാമെന്ന് പറയും സെക്രട്ടറി. അപ്പൊ ഇവനോട് 80 പുരോഹിതന്മാരും അസരിയ പുരോഹിതനും എല്ലാം കൂടെ പറഞ്ഞു, ഉസിയാവേ, ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. പിന്നെ ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്ക് അഹരോന്റെ പുരോഹിതന്മാരെ, അഹരോന്യ കുടുംബത്തിൽപ്പെട്ടവരെ വേർതിരിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. നീ ഇവിടുന്ന് ഈ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. നിന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യ. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്, കൽപ്പനാലംഘനമായി കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്തത്, അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കത്തില്ല. നീ കൽപ്പനാലംഘനം നടത്തുക, അതുകൊണ്ട് മാറി നിൽക്കപ്പോ അവിടെ ഇറങ്ങിപ്പോ എന്ന് പുരോഹിതന്മാര് പറഞ്ഞു. അടുത്തത്, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കും. 19-ാം വാക്യമാണോ? അതെ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ. അതാ അന്ന് മുതലുള്ള പിടുത്തവാ, ഇതുവരെ ഒത്തിട്ടില്ലെന്നുള്ളതാ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം
പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഉസിയാവ് കോപിച്ചു. ഇതും കൈ വെച്ചോണ്ടായി കോപിക്കുന്നത്, വഴക്കുണ്ടാക്കുക. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞ കുത്തമെല്ലാം കൂടെ വന്ന് പരിവകേടായി എന്ന് പറഞ്ഞ ഇവന് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ. അവന്റെ കാലത്തായ യെശയ്യാവ് പ്രവചിക്കുന്നു. അയ്യോ, വഴക്കും പുക്കാറുമുള്ള സഭയെ ശുശ്രൂഷിക്കുന്ന ഉപദേശിമാർക്ക് എന്തുവാ കൊടുക്കണ്ടേ മാണിച്ച? ഒരു സഭയല്ല, 2 കുടുംബക്കാർ തമ്മിൽ കൊമ്പ. ഉപദേശി എന്തോ ചെയ്യും? 2 വ്യക്തികൾ തമ്മിൽ കൊമ്പ. മാങ്ങാണ്ടിയാന്നോ മൂത്തത് മാങ്ങായാന്നോ? ഇവനെല്ലാം ഞായറാഴ്ച വന്ന് പമ്മി ഇരിക്കുക. ഇങ്ങനെ കൊമ്പ് കോർക്കുന്നിടത്ത് പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഉപദേശിമാര്, അത് എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും കൂടുതൽ ഷുഗറൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ടെൻഷനാണെന്നറിയാമോ? പണ്ടൊരു ബാബുക്കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ശനിയാഴ്ച ആകുമ്പോൾ ഇതിലെ ഒരു തീയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തോ തീ? ആത്മാവിലല്ലെന്ന്, വെപ്രാളം. ഞായറാഴ്ച ഈ വാറതാനെല്ലാം വന്ന് കയറും. ഇവനെല്ലാം സാക്ഷിക്ക് എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പം ഇതെന്നാ നടക്കുന്ന? ശനിയാഴ്ച ആകുമ്പോൾ അടിയിൽ കൂടി ഇങ്ങനൊരു തീ കയറുക. ഞാൻ തമാശ പറഞ്ഞതല്ല, എന്ത് പ്രശ്നങ്ങളാ ചിലയിടത്ത്. എടാ, ഞായറാഴ്ച നീ പള്ളിയിൽ വരുന്നത് വഴക്കുണ്ടാക്കാനായിരിക്കരുത്. ഒരാഴ്ച മുഴുവൻ നിന്നെ സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വരണം. ഒരാഴ്ച മുഴുവൻ നിന്നെ പരിപാലിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് കാത്ത ദൈവത്തിന് നന്ദി അർപ്പിക്കാനാ വരേണ്ടത്. അലോഗ്യം ഉണ്ടാക്കാനല്ല വരേണ്ടത്. ചില പറഞ്ഞത് ഞായറാഴ്ച ആകട്ടെന്ന്. ഞായറാഴ്ച ആകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഒറ്റ ഇക്കിളിനില്ല നീ, ഒരിക്കിളിന്. നിന്റെ പോക്കും നിപ്പം കണ്ട 50 ഇക്കിളിനുണ്ടെന്നും പറഞ്ഞാൽ ഈ നിപ്പ് നിൽക്കുന്നേ. 1/2 ഇക്കിളിന് നീയില്ല. മനസ്സിലായോ? 4 വിരലേ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായം. 4 വിരലേ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായം. വേഷനിഴലിൽ നടന്നു തങ്ങൾ കഴിക്കുന്ന കഥ പോലെ. അറിയാവുന്നൊരു പാട്ടറിയാൻ മേലായിട്ടല്ലേ, പേടിച്ചിട്ടാന്ന് എനിക്കറിയാം. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. ഒരിക്കലേവനു മരിക്കും നിർണയമൊരു എല്ലാവരും. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നടുല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെയാ, ആവി പോലെയാ. അതുകൊണ്ട് നിഗളിക്കരുത്. ദൈവത്തിന്റെ മഹത്വം. ഒരാഴ്ച മുഴുവൻ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചോണം. ഇവൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ട്. അപ്പൊ ഈ വഴക്കാളിയാകുന്ന ഈ രാജാവിന്റെ കാലത്തായ യെശയ്യാവ് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവോ? ഇവനൊരു മകനുണ്ടായിരുന്നു. ഇവൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി. മോൻ 27 ഒന്ന് വായിര്. ഇവിടെ വായിര്. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി? വായിര്. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശൂര എന്നു പേര്. അടുത്തത്, അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അടുത്തത്, അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തുവെങ്കിലും കുറച്ചു കാര്യമൊക്കെ ഗുണമുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. പള്ളി കയറുകയല്ലായിരുന്നു. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്ന രാജാവ്, മോൻ പള്ളിയിലോട്ട് കേറാത്ത രാജാവ്. ഇവന്മാരുടെ കാലത്തായ യെശയ്യാവ് ഒരുത്തൻ പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന, ഒരുത്തൻ പള്ളി കയറുകയല്ല. ആ പള്ളിയുടെ അവിടെ വരുമ്പോൾ 80 പോകുന്നത്. അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കും. അതാ നല്ല പരുവം പിടിച്ചവൻ്റെ ഒക്കെ കാലത്താ പുള്ളിയുടെ ശുശ്രൂഷ. ഇനി അവനൊരു മകനുണ്ടായിരുന്നു. അവന്റെ പേര് ആഗാസ്. അവന്റെ കുഴപ്പടി 28 ഇങ്ങോട്ട് മറിച്ച് 24 വായിച്ചേ.
അവൻ പള്ളിക്കകത്ത് തന്നെ എടുക്കുകയായിരുന്നെന്ന്. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ആ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ലോ, ഉടച്ചു. അവൻ അടിച്ചുടക്കിയ. അയ്യോ, ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ, ഗുണമുള്ളവന്റെ ലക്ഷണം തുടയ്ക്കും. ഇവൻ തുടക്കിയല്ലോ, ഓരോന്നെടുത്ത് അങ്ങ് ഉടക്കുക. അമ്മ ഒരു 11 മണിയാകുമ്പം വിളിക്കാൻ പറ, അവരെ യോഗം കാണുമെന്ന് പറ. 11 കഴിഞ്ഞ് വിളിക്കാം, എന്നാലേ ഒക്കുള്ളൂ. അതുകൊണ്ടാണ്. ഒന്നുകൂടെ വായിച്ച 24. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. ഉടച്ച് അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പള്ളി പൂട്ടി വെച്ചു പോയി. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി വല്യപ്പൻ. മോൻ പള്ളിയിലോട്ട് കയറുകയല്ല. കൊച്ചുമോൻ വന്ന് പള്ളിയിലെ സകല സാധനവും അടിച്ചുടച്ചേച്ച് പള്ളിയും പൂട്ടിപ്പോയി. ഇവന്മാരുടെ കാലത്തായ യെശയ്യാവ് ആ കാലത്തൊന്ന് ശുശ്രൂഷിക്കാവോ? നല്ല ജയിലായി. സ്തോത്രം. ശുശ്രൂഷ വലിയ അനുഗ്രഹവുമാ, വലിയ വെത്തപ്പാടുമാ. അപ്പൊ ഉസിയാവ്, യോഥാം, ആകാശ്, എസ്കീയാവ് അവരുടെ കാലത്ത് ആമോസിന്റെ മകനാകുന്ന യെശയ്യാവിന്റെ ശുശ്രൂഷ കാലയളവ്. ഏതാണ്ട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല, 50 കൊല്ലം പ്രവചന ശുശ്രൂഷ ചെയ്തു. 50 കൊല്ലം. ഇന്ന് ആരെങ്കിലും കൊണ്ട് പൊന്നാടി അണിയിക്കുന്നു, ഇതുപോലെ എന്തുവാ ഷാളെന്നല്ലല്ലോ പറഞ്ഞതന്നെ, പൊന്നാടയാ, അതണിയിക്കുന്നു, അല്ലെ ഫോട്ടോ വെച്ച് ഇത് കൊണ്ട് കൊടുക്കുന്നു, അത് നോക്കി വെച്ച് ഇങ്ങനെ എന്തെല്ലാം മേളമാണ്. ഞാൻ എതിരൊന്നും പറയുന്നില്ല. നിങ്ങൾ പറയാൻ തനിക്ക് എന്നെ ഇത്ര അസൂയെന്ന്. അവിടെ ചെന്ന ആ പ്രതിഫലം, അവിടെ ചെന്നിങ്ങനെ പന്തിക്കിരിക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും വന്ന് പന്തിയിലിരിക്കുക. എന്നാലും ഒരു പാട്ട് പാടുമെന്ന്, അവിടെ ആ പാട്ടാണോ എന്ന് അറിയത്തില്ല, എന്നാൽ ഇവിടെ അതിനെ ഉദ്ദേശിച്ചൊരു പാട്ട് എടുത്തിട്ടുണ്ട്. ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പത് സത്യസഭ. ആരിവർ ആരിവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. പൊന്നേച്ചു തമ്പൂരാൻ ചിന്തിയ രക്തത്തിൽ പാലമ്മ വിശുദ്ധ കൂട്ടരാത്രേ. പൊന്നേച്ചു തമ്പൂരാൻ ചിന്തിയ രക്തത്തിൽ പാലമ്മ വിശുദ്ധ കൂട്ടരാത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. അപ്പോൾ അന്നറിയാം എങ്ങനെയൊക്കെയാണ്. എന്തായാലും 50 കൊല്ലം പ്രവചന ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞതായിട്ട് 120 വർഷം ജീവിച്ചിരുന്നെന്ന്. 120 കൊല്ലത്തോളം ജീവിച്ചിരുന്നു. മരണത്തെപ്പറ്റി ചരിത്രം പറയുന്നത്, പലകയുടെ ഇടയിലെ പുള്ളിയെ ഇരുത്തി വെച്ചിട്ട് ഈർച്ചവാള് കൊണ്ട് അറത്തുന്ന ആ സംഭവമാണ് എബ്രായ ലേഖനം 11 പൗലോസ് എടുത്ത് പറഞ്ഞത്. ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. അത് യെശയ്യാവിനെ ഉന്നം വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ 50 കൊല്ലം ഈ മകനീയ ശുശ്രൂഷ ചെയ്തത് നല്ല അന്തരീക്ഷത്തിലല്ല, ഈ ഗുണം പിടിക്കാത്തവന്മാരുടെ കാലത്താണ്. പിന്നെ പുള്ളിക്ക് വലിയ പ്രശ്നം വരാതിരുന്നത് പുള്ളി രാജകുടുംബത്തിൽ പെട്ടയാളാണ്. ഈ ഉസിയാവിൻ്റെ ഫസ്കസിന് യെശയ്യാവ് ഒരു ഇച്ചിരി ബന്ധമുണ്ട്. ചില പറയല്ലേ, പുള്ളി നമ്മുടെ ആളാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പരിശോധന നടത്തുമ്പം ആരും അറിയാൻ മേലാത്തതാണ് അവൻ്റെ പൊടിമീശം മുറിച്ച് അതേസമയം ഇച്ചിരി കഴമ്പും പിടിപ്പും ഉള്ളവന് കുഴപ്പമില്ല, നമ്മുടെ ആളാ, രാജാവിൻ്റെ അനിയന്. അത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇനി എന്നും ഉണ്ടാകും.
അപ്പൊ ഇത് ഇവരുടെ രാജകുടുംബത്തിൽ ഇനി മറുവശമുണ്ട്. രാജകുടുംബത്തിൽപ്പെട്ടവർക്കും ഈ ശുശ്രൂഷ ചെയ്യാം. ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് കാശും കെൽപ്പും കടയില്ലാത്തവന്റെ എല്ലാമാ ഈ വേലയെന്ന്. കാശുള്ളവനും ലോകപരമായിട്ട് ഉന്നത കുടുംബം എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ടല്ലോ, ഇല്ലേ? വയലാ കുടുംബത്തിലുള്ളവർക്കും ഈ ശുശ്രൂഷ ചെയ്യാം. സ്തോത്രം. പനവേലിയിലെ കുടുംബത്തിൽപ്പെട്ടവർക്കും ഇത് ചെയ്യാം. മുണ്ടപ്പുഴക്കാർക്കും. ഞാൻ 1-2 കുടുംബ പേര് പറഞ്ഞെന്നേ ഉള്ളു, തെറ്റിയോ? ഓ അതല്ലേ ഞാൻ ഉന്നം വെച്ചത്. അയ്യോ, ഈ ശുശ്രൂഷയുടെ വിശേഷത അതാ. ഉന്നത കുടുംബത്തിൽ പെട്ട വ്യക്തിക്കും ഈ ശുശ്രൂഷ ചെയ്യാം. വേറൊരു പ്രവാചകൻ കണ്ടില്ലേ, കാട്ടത്തിപ്പഴം പെറുക്കാണ്, പുള്ളിക്കും ചെയ്യാം. മുമ്പേ പറഞ്ഞ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾക്കും ഈ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യാം. ഞാൻ പറയുന്ന വാചകം ചിലപ്പം ബുദ്ധിമുട്ട് വരുമെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് വേറെ വാചകം കിട്ടാത്തത് കൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അവിടെ റോഡിൽ കൂടെ പോകുമ്പോൾ പുറമ്പോക്കിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ, വസ്തുവും വീടും ഒന്നുമില്ലാത്ത ആ കുടിലിൽപ്പെട്ടവർക്കും ഈ ശുശ്രൂഷ ചെയ്യാം. ഇതൊരു വ്യക്തികൾക്ക് മാത്രം വിഭജിച്ചു വച്ചിരിക്കുന്നതല്ല. സമർപ്പണവും പ്രാർത്ഥനയും അഭിഷേകവും ദൈവകൃപയും വിളിയുമുള്ള സകല ആൾക്കാർക്കും ഈ ശുശ്രൂഷ ചെയ്യാം. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാനുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം. ഓ ദൂതഗണ കാവലായുധം എനിക്കവൻ ദൂതഗണം. നൂതനമാം ദൂതകൾ ഊനമെന്നെ നൽകിയതോർത്തു ഞാൻ പരമേശനു സദനം എന്റെ പാപമെല്ലാം. ഓ എന്റെ പാപമെല്ലാം പോക്കിയതാൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഉന്നത കുടുംബത്തിൽപ്പെട്ടവർക്കും ഈ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യാം. ലോകം ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചും അങ്ങനെയൊക്കെയാണല്ലോ. താഴേക്കിടയിൽപ്പെട്ടവർക്കും ഈ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യാം. കാരണം എന്നാ, ദൈവം എല്ലാവരുടെയും ദൈവമാണ്. കാശുകാരുടെ മാത്രം ദൈവമല്ല, ഗതികെട്ടവന്റെ മാത്രം ദൈവമല്ല, ധനവാന്റെയും ദരിദ്രന്റെയും ദൈവമാ. ആമൻ. ബലവാന്റെയും ബലഹീനന്റെയും ദൈവമാ, കറുത്തവന്റെയും വെളുത്തവന്റെയും ദൈവമാ, സകല മനുഷ്യരുടെയും ദൈവമാ. ദൈവം ഒരുവനേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ നസറയനാകുന്ന യേശു ക്രിസ്തു. പൗലോസിന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു മുഴുലോകത്തിന്റെ ദൈവമാ. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കാശുള്ളവനോ കാശില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാമരനോ കുചേലനോ കുബേരനോ ആരുമാകട്ടെ, അവൻ ദൈവം മുഴുലോകത്തിന്റെ ദൈവമാ. ഇന്ന് രാത്രി ആ ദൈവസന്നിധിയിൽ ആര് സമർപ്പിക്കും, അവർക്ക് ഈ ശുശ്രൂഷ ചെയ്യാം. അതാ ഇതിന്റെ വിശേഷത. അവൻ രാജകുടുംബത്തിൽപ്പെട്ട ആളാ യെശയ്യാവ്. പുള്ളി 50 കൊല്ലം പ്രവചന ശുശ്രൂഷ ചെയ്തെന്ന്. 50 കൊല്ലം 120 വയസ്സ് വരെയോ ജീവിച്ചിരുന്നെന്ന്. ഇദ്ദേഹത്തിന് ഭാര്യയും പിള്ളേരും ഉണ്ടായിരുന്നെന്ന. ഭാര്യ ഇല്ലേ? അയ്യോ, പുള്ളിക്കൊരു ഡൗട്ട്. രണ്ട് പിള്ളേര് 8-ന്റെ 1-2 വലിയ ഒന്ന് വായിച്ചേ. യഹോവ എന്നോട് കൽപ്പിച്ചതാ, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലാൽ ഹാഷ്ബസ് എന്ന് എഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും യെബെരയാഖ്യാവിൻ മകനായ സെക്കരിയാവെയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും. അപ്പോൾ 2 ആൺപിള്ളേര് ജനിച്ചു. അതിൽ ഒരുത്തന്റെ പേര് ചില നീളമുള്ള പേര്. എങ്ങനെ? മഹേർ ശലാൽ ഹാഷ്ബസ്. ഊരിയ പുരോഹിതനെ. അപ്പൊ ശ്രദ്ധിച്ചേ,
വേറൊരു ചെറുക്കനുണ്ട്, 7:3 വായിച്ചേ. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തതെന്തെന്നാ, നീയും നിന്റെ മകൻ ഷെയാർ യാശൂബും. അപ്പൊ 2 ആൺപിള്ളേരാ. ഷെയാർ യാശൂബും മഹർശാലയിൽ ഹാഷ്ബസ് വേറൊരു മകൻ, 2 ആൺപിള്ളേർ. ഭാര്യയും പ്രവാചകയായിരുന്നു. ഭാര്യയും പ്രവാചകയാ. നല്ലൊരു കുടുംബം. ഇന്നാണെങ്കിൽ ഭാര്യ പ്രവചിക്കാനങ്ങ് ഭാഗ്യമായിട്ട് രാവിലെ ഇറങ്ങും. ഭർത്താവ് കാപ്പിയും തിളപ്പിച്ച് പുട്ടും പുഴുങ്ങി. എല്ലാവരുടെയും കാര്യമല്ല. ഒരു സഹോദരിയോട് ചോദിച്ചു, വേറൊരു രാജ്യത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? വന്നിട്ട് 6 മാസത്തോളം ആകുന്നെന്ന്. പുള്ളി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ? അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. 3 കുപ്പി അച്ചാറ് കൂട്ടി അവൻ്റെ ഊപ്പാട് വന്ന് ഇത് ഭാര്യ ഭർത്താവ് ശുശ്രൂഷയാണ്. മാത്രമല്ല 2 ആൺപിള്ളേര്. നല്ലൊരു കുടുംബമാണ്. ദൈവത്തിന് മഹത്വം. ഈ യെശയ്യാ പ്രവാചകനെ വേറൊരു സംബോധന വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്നത് പഴയ നിയമത്തിലെ പൗലോസാന്ന. പഴയ നിയമത്തിലെ പൗലോസാന്നാ പറയുന്നത്. അതിൻ്റെ ഒരു കാരണം, പൗലോസ് പുതിയ നിയമത്തിലെ പൗലോസിനെ നമുക്കറിയാം. ആ പൗലോസിനാണ് മർമ്മ വിഷയങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത്. മാർമിക വിഷയങ്ങൾ. അതിലെ പൗലോസ് പറഞ്ഞ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും, ഇത് പൗലോസ് രേഖപ്പെടുത്തിയാണ് നമ്മളത് പഠിച്ചേക്കുന്നത്. മാർമിക വിഷയങ്ങൾ. ഞാനൊരു മർമ്മം പറയാം, നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാകള നാണത്തെങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നുണ്ടെങ്കിൽ നാം എല്ലാം രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായ അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള ഇവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള മർമ്മ വിഷയമൊക്കെ പൗലോസാ. ഉയർപ്പിന്റെ ആ ഓർഡർ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4:13 മുതൽ താഴോട്ട് ഇതൊക്കെ പൗലോസാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എത്രയെത്ര മർമ്മ വിഷയങ്ങൾ. അപ്പോൾ പുതിയ നിയമത്തിലെ പൗലോസിനാണ് ദൈവം മർമ്മ വിഷയങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പൗലോസാണ് യെശയ്യാവ്. കാരണം ഒത്തിരി മാർമിക വിഷയം പുസ്തകത്തിലുണ്ട്. മാർമിക വിഷയങ്ങൾ. ഷാജിനെ വെട്ടിയെന്നുള്ളത് ഈ പുസ്തകത്തിലാണ് പഠിക്കുന്നത്. അല്ല, ഇവൻ വെട്ടുകൊണ്ടവനാണ് നമ്മളങ്ങനെ അറിയുന്നത്. നമ്മളിപ്പോൾ ഓർക്കും അവൻ നല്ല വീരനായിട്ട് അടിച്ചവൻ്റെ ഇടപാട് തീർത്ത്. അങ്ങനല്ലേ 14 വായിച്ചേ. അവൻ്റെ പേരുമെല്ലാം വെളിപ്പെടുത്തി. വായിര് 14 അധ്യായത്തിൻ്റെ 12 അരുണോദയ പുത്രനായ ശുക്ര, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അപ്പൊ ഇവന്റെ നല്ല പരുവത്തിന് വെട്ടിയ കാര്യം ഈ മർമ്മം യെശയ്യാവാ വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലെ പുസ്തകത്തിൽ ഒരു സ്ഥലത്തും ഇവനെ വെട്ടിയെന്ന് ഇല്ല. യെശയ്യാവിനാ വെളിപ്പെട്ടത്. അതാ പഴയ നിയമത്തിലെ പൗലോസാ യെശയ്യാവെന്ന വെട്ടി ഇവനെ. അവൻ്റെ ഉള്ളിലിരിപ്പും അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വായിര്, ഞാൻ സ്വർഗത്തിൽ കയറും. മിക്കവാറും വായിര്. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. പുള്ളി ഓർത്ത് പുള്ളിയുടെ കാര്യം അന്ന് ഷാജി പറഞ്ഞ കാര്യം. പണ്ട് നമ്മുടെ ഒരു ഉപദേശി പറഞ്ഞ, ഇതൊന്നും അറിയാൻ മേലാത്ത ഒരാൾ യോഗത്തിന് നമ്മുടെ ഉപദേശി പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും. അപ്പോൾ അവിടെ നിന്ന് താൻ തന്നെ അങ്ങനെ എടുക്കണ്ട, എനിക്കൂടെ തരാൻ പറഞ്ഞു. ഈ കേട്ട പുള്ളിക്ക് വേദപുസ്തകത്തിൽ നിന്നാ പറയുന്നതെന്ന് അറിയുന്നില്ല. അപ്പം അവൻ പരിശോധന ഞാൻ തന്നെ വഴിയും സത്യവും.
അപ്പം കേട്ടോ അങ്ങനെ എല്ലാം താൻ എടുക്കണ്ട, ഞങ്ങൾ കുടിച്ചിട്ട് തരാൻ. പടിയും സത്യവും ജീവനത് മുഴുവൻ ഇയാളങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഞാൻ കയറും. നമ്മുടെ കാര്യമല്ല പറഞ്ഞ പിശാച് പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. അത്യുന്നതനോട് ഞാൻ സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ ഈ പറഞ്ഞു. കാര്യമൊക്കെ മാർമിക വിഷയം വെളിപ്പെടുത്തിയത് യെശയ്യാവാ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഞാനെല്ലാം പറഞ്ഞാൽ എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വരാം. ദൈവത്തിന് മഹത്വം. മാത്രമല്ല യെശയ്യാവിന്റെ വേറൊരു വിശേഷത, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ട വ്യക്തിയായ യെശയ്യാവ്. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ഒരു വാക്യം തെളിവിനുമായിരേ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം വായിച്ചാണ്ട് തുടങ്ങുന്നിടം. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് മതി. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ട വ്യക്തിയാ യെശയ്യാവ്. എന്റെ പ്രിയരെ, ഈ ലോകത്തിൽ ഒന്നും കാണാനൊത്തില്ലെങ്കിലും ഞാനും നിങ്ങളും കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ തേജസ്സാണ്. തേജസ്സുള്ള നമ്മുടെ കർത്താവ്, മഹത്വമുള്ള നമ്മുടെ കർത്താവ്, തേജസ്സിന്റെ ഉറവിടമാകുന്ന നമ്മുടെ കർത്താവ്. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ദൈവത്തിന് പാമ്പ് തറ കൂടിയിരിക്കുന്ന കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതവിടെ ഇരിക്കട്ടെ. വെട്ടുപോത്ത് റാന്നി ടൗണിൽ കൂടെ പോകുന്നതായിട്ട് എൻ്റെ അമ്മാമ്മയെ മിനിഞ്ഞാന്ന് അതതിൻ്റെ പോക്കിന് പൊക്കോളൂ. ആനത്തട വന്നല്ലോ, ഒരാന അതൊക്കെ അതിൻ്റെ പരുവത്തിന് വന്നോട്ടെ. നീ കാണേണ്ടത് യേശുക്രിസ്തുവിൻ്റെ തേജസ്സാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തേജസ്. ആ ക്രിസ്തുവേശുവിൻ്റെ തേജസ് കണ്ടവനാ യേശയ്യാവ്. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അപ്പം അത് യെശയ്യാ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. 53-ാം അധ്യായത്തിലെയും 6-ാം അധ്യായത്തിലെയും വാക്യങ്ങൾ കോട്ട് ചെയ്തു. അത് ഏകദേശ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയുക, യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. സ്തോത്രം. മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ, മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ, വാനം ഭൂമിയതൊക്കെയും യോഗ്യനാഭവാൻ, വാനം ഭൂമിയതൊക്കെയും യോഗ്യനാഭവാൻ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നത ഉന്നതാധിപ. മനുവേല വന്ദനം. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നല്ലോ. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ട വ്യക്തിയായ യെശയ്യാവ്. അത് കണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിനൊരു തെളിവ് നമുക്കെല്ലാം പരിചിതമായ ഭാഗം 6-ാം അധ്യായം. 6-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം ഒന്ന് വായിച്ചേ ദൈവദാസനെ. 6-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതാ തേജസ് കണ്ടത്. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പണ്ട്. അറിയാത്ത കാലത്ത് എന്തെല്ലാം അബദ്ധം പറയുന്നുണ്ട്. ഇപ്പോഴും ചില അബദ്ധമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അറിവുള്ളവരത് കഴിയുമ്പോൾ തിരുത്തി തരുത്. അങ്ങനല്ല, ഇങ്ങനാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പണ്ഡിത ശിരോമണിയില്ല. എല്ലാ ശിരോമണിമാർക്കും എന്തെങ്കിലും അപാകത ഇരിപ്പൊക്കെ കണ്ട സർവജ്ഞ വീടം കയറി വെച്ചിരിക്കുന്ന പോലെ. അപ്പോൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം കർത്താവിന്റെ തേജസ് കാണുക. എപ്പോഴാന്ന് ചോദിച്ചാൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ. അപ്പൊ ഞാനും പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഉസിയാവ്
ഉസിയാവ് മരിച്ച ആണ്ടിൽ ഇത് കണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരാശയം ഡേറ്റ് ഒന്ന് ക്ലിയർ ആക്കിയതാണ്. ഡേറ്റ് തപ്പി നടക്കരുത്. നമ്മൾ അങ്ങനല്ലേ ഡേറ്റുകളൊക്കെ BC എന്നും AD എന്നുമൊക്കെ ഇത് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. അല്ലെ പണ്ടത്തെ കാലം ചോദിക്കും. ഞങ്ങളുടെ ഒരു അമ്മയോട് ചോദിച്ചു, അമ്മേ ബേവിച്ചൻ എന്നാ അമ്മയെ ജനിച്ചത്? അത് നെടുന്തറയിലെ പെര കെട്ടിയതിൻ്റെ അന്നുള്ളതാണ്. അമ്മയുടെ കണക്കാ. നെടുന്തറയിലെ പെരകെട്ടിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞുള്ളതാ. നെടുന്തറയിലെ പെര എന്നാ കെട്ടിയെന്ന് ആരറിഞ്ഞു? അമ്മയുടെ കണക്കാടാ. അപ്പൊ അങ്ങനെ തപ്പലുണ്ടാകാതിരിക്കാനാ ഉസിയാവ് ഭരിച്ച കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. ആ ചരിത്ര തെളിവിനാ ഉസിയാവ് മരിച്ച ആണ്ടിൽ. അങ്ങനെ പ്രവചന ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ രാജാക്കന്മാരുടെ ചരിത്രം ഒരു വാക്യം വായിച്ച തെളിവിനൊന്നുകൂടെ 14-ാം അധ്യായത്തിൻ്റെ 28 വായിച്ചേ, യെശയ്യാവ് തന്നെ. അപ്പം വേറൊരു കാര്യം കൂടെ തെളിയും. 14-28 ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ആകാശ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവാചകമുണ്ടായി. അതാ തെളിയിച്ചു. ഇവിടെ ആകാശ് മരിച്ചല്ലോ. അപ്പുറം ഉസിയാവ് മരിച്ചു, ഇവിടെ ആകാശ് മരിച്ചു. അപ്പൊ ഇത് തെളിയിക്കാൻ വേണ്ടിയാ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ പേര് ആത്മീക അർത്ഥം പറയാം. ആത്മീക അർത്ഥം, ഉസിയാവ് ഒത്തിരി ഗുണഗണങ്ങളുമൊക്കെ ചെയ്തതാ ഈ രാഷ്ട്രത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി. പുള്ളിയുടെ കാലത്ത് ഈ എന്തുവാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ലതായിരുന്നു ഉസിയാവിന്റെ കാലത്ത്. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. കൃഷി. എനിക്ക് ഇംഗ്ലീഷ് പറയാൻ മേലല്ലോ. കൃഷി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇതിനൊക്കെ നല്ല പ്രചാരം നേടിയ കാലമാണ്. രാജ്യത്തിനൊക്കെ ഒത്തിരി ഗുണവും വേറെ രീതിയിലൊക്കെ ചെയ്തതാ. ഇവര് ബന്ധുക്കാരുമാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഉസിയാവ് മരിച്ചു. അപ്പൊ യെശയ്യാവിന് ഒരു ചിന്താഭാരം, ഇനി എങ്ങനെ ആകും? ഉസിയാവ് ആ സിംഹാസനത്തിൽ ഇരുന്നതാ, നന്നായിട്ട് ഭരിച്ചതാ. ഇനിയിപ്പോ എങ്ങനെ ആകും എന്നുള്ള ചിന്ത അകത്ത് കയറിയപ്പോ കർത്താവ് സ്വർഗത്തിലെ സിംഹാസനം കാണിച്ചു. അവൻ ഈ ഭൂമിയിലെ രാജാവാ, ഞാൻ സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവനുണ്ട്. അതാ ഉസിയാവ് മരിച്ച ആണ്ടിൽ വായിച്ച 6-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചപ്പം ഒന്നുകൂടെ ക്ലിയർ ആകും. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതാ കാണേണ്ടത്. ഈ ലോകത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ദൈവം നമ്മെ ഏൽപ്പിച്ചേക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗവർണർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയം കണ്ടെത്തണം. വ്യോമസേന, കരസേന, നാവികസേന, അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ, ഈ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആര് ഭരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അതൊക്കെ രാജാക്കന്മാരെ, ഭരിക്കുന്നവരെ നിയന്ത്രിക്കുന്നതും ആക്കുന്നതും സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവനുണ്ട്. അവിടുന്ന് തീരുമാനിക്കുന്നത്. അന്നേരം നമ്മൾ പറയരുത് ഇന്നവർക്ക് കുത്താവൂ, ഇന്നവർക്ക് കുത്തരുത്, ഇന്നവർക്ക് ചെയ്യണം, ഇതൊന്നും പറയരുത്. അതൊക്കെ നോക്കിയും കണ്ടും വിവരത്തോടെ അവനവൻ ചെയ്തോണം. ഉപദേശിമാരും വോട്ട് പിടിക്കാൻ നടക്കരുത്. ഇലക്ഷൻ്റെ സമയത്ത് ആൾക്കാർ വരും, പാസ്റ്റർ വേണം നിങ്ങളുടെ സഭയിലുള്ള. നിന്നെ അതൊന്നും അല്ല ഏൽപ്പിച്ചേക്കുന്നത്. തങ്കച്ച അവിടെ കുത്തണേ, മിണ്ടിപ്പോരുത്. തങ്കച്ചന് തോന്നിടത്ത് കൊടുന്ന് ചിലപ്പോൾ തങ്കച്ചൻ കുത്തിയില്ലെന്നിരിക്കും. തങ്കച്ചൻ നിന്നെ നന്നായിട്ട് കുത്തുന്നുണ്ടല്ലോ ഞായറാഴ്ച. നമ്മളെ ഏൽപ്പിച്ച പണി ഇതല്ല. എന്നെ നിങ്ങളെ ഏൽപ്പിച്ചത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അത് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്തു, അത് അവനവന്റെ തീരുമാനമാണ്. ഇലക്ഷന്റെ സമയമാകുമ്പം എല്ലാവരും ഓടിക്കയറുകയല്ലേ ഓരോ സ്ഥലത്തോട്ട്. ഇപ്പൊ അങ്ങനെ ആയി. എന്നാ സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും? പേടിച്ചിരിക്കുകയാണോ അതോ? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. അപ്പോൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
ഈ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പിണറായി വിജയൻ അവർ സഖാവ് ഭരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പുള്ളിക്ക് ദൈവത്തെ വിശ്വാസമുണ്ടോ ഇല്ല, അത് നമ്മുടെ വിഷയമല്ല. പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ കടമ. പുള്ളിക്ക് ദൈവവിശ്വാസം ഇല്ലെന്നാ തോന്നുന്നത് കൊണ്ട് പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെയൊന്നും പത്രത്തിൽ വാക്യമല്ല. ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഉണ്ടായാലോ? നിനക്ക് വിശ്വാസമില്ലല്ലോ, പിന്നെ എങ്ങനെയാ? വിശ്വസിക്കുന്നവരാൽ ഇതൊക്കെ സംഭവിക്കുമെന്നാ. ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ഗവർണർക്ക് വേണ്ടിയും ഓരോ തലത്തിലുള്ള മന്ത്രിമാർക്ക് വേണ്ടിയും MLA-മാർക്ക് വേണ്ടി, ഇവിടുന്ന് പോയ MP-മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. വാർഡ് മെമ്പർമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മളെ ഏൽപ്പിച്ച കാര്യം പ്രാർത്ഥിക്കാനാ. പ്രവർത്തിക്കുന്നവൻ ദൈവമാ. അല്ല ഞായറാഴ്ച സഭായോഗം മുടക്കി വെച്ച് നീ ഇലക്ഷൻ ബൂത്തിൽ പോയിരിക്കുക പമ്മി. പിറ്റേ ആഴ്ച നീ വരിക. അവിടെ നമ്മുടെ വിഷയത്തിൽ വരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉസിയാവ് മരിച്ചു, ഹിസ്കിയാവും ഒക്കെ മരിച്ചു. അവരുടെ എല്ലാം കാലത്ത് ഈ ശുശ്രൂഷ. അപ്പോൾ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിനൊരു ചിന്താഭാരം. ഇനി എങ്ങനെ ആയിരിക്കും രാജ്യത്തിന്റെ ഭാവി, എങ്ങനെ ആയിരിക്കും മുമ്പോട്ടുള്ള ഗമനാഗമനങ്ങള്? അപ്പോൾ സ്വർഗത്തിലെ ദൈവം തേജസ് കാണിച്ചു കൊടുത്തു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഒരുവൻ ഉയരത്തിലിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഉയരത്തിലിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിലൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അവിടുന്ന് സകലതും നന്നായി ചെയ്യുന്ന ദൈവമാ. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലിരിപ്പുണ്ട്. അത് നമുക്ക് ഓടിച്ച് മുമ്പോട്ട് വരാം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. അതുകൊണ്ട് ഈ പ്രവാചകന് സുവിശേഷ പ്രവാചകൻ എന്നൂടൊരു വിശേഷണ നാമമുണ്ട്. വേറെ പഠിതാക്കൾ കൊടുത്തിരിക്കുന്നതാ. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. തേജസ് കണ്ടതുകൊണ്ട് പുള്ളി എന്തെല്ലാം കാര്യം പ്രവചിച്ചു യേശുക്രിസ്തുവിനെ പറ്റി. എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, എന്ത് കഴിക്കും, ഏത് വംശത്തിൽ നിന്ന് പറക്കും, ശുശ്രൂഷ എങ്ങനെ ആയിരിക്കും, ശുശ്രൂഷയ്ക്ക് അനന്തരം മരണം എങ്ങനെ ആയിരിക്കും. 53-ാം അധ്യായം മൊത്തം അതാ. മരണത്തെ ജയിച്ചവനായിരിക്കും, മരണം ഏത് വിധത്തിലായിരിക്കും, മരണം കഴിഞ്ഞ് എന്ത് സംഭവിക്കും, പിന്നെ സ്വർഗത്തിലേക്കുള്ള പോക്ക്, അവിടെ നിന്നുള്ള വരവ്, എന്തിനേറെ 1000 ആണ്ട് വാഴ്ച, പുതുവാന ഭൂമി, ഇതെല്ലാം പുള്ളി നന്നായിട്ട് പ്രവചിച്ച്. കാരണം യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ആ തേജസ് യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ഒത്തിരി കാര്യം വെളിപ്പെട്ട് കിട്ടി. ആ കിട്ടിയ 1-2 കാര്യം നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് ഇതോടെ വായിക്കുന്നത് നല്ലതാ. 7:14 വായി. 7:14. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഒന്നുകൂടെ വായിച്ചേ. 14. അതുകൊണ്ട് കർത്താവ് തന്നെ. മുമ്പേ ഇച്ചിരി വിട്ടേച്ചാന്നല്ലോ വായിച്ചത്, ഇപ്പോഴും അങ്ങനെ വായിക്കുന്നില്ല. അതന്നെ മൊത്തം വാക്യത്തോട് വലിയ താല്പര്യമില്ലാത്ത. ഒന്നുകൂടെ വായിരേ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യൻ ഇമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യൻ ഇമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യൻ ഇമ്മാനുവേൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന
നാരികിൻ സന്തതി ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. ആ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവേശുവിനെ പറ്റി എല്ലാം വെളിപ്പെട്ട് കിട്ടി. അതിലാദ്യം വെളിപ്പെട്ടതാ കന്യാസൂനമായിട്ട് ഈ ഭൂമിയിൽ അവിടെ നിന്ന് അവതരിക്കും. അവതാരം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടു. പുരാണ കഥയിലുണ്ട് അവതാരം, ഇല്ലേ? ദശാവതാരം എന്നാ, ഇല്ലയോ? കേട്ടിട്ടില്ലയോ? പിന്നെ മത്സ്യക്കൂർമ്മ വരാഗസ്യ നരസിംഹസ്യ വാമന രാമോ രാമ രാമച്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന എന്ന, അതാണ് ദശാവതാരം. അറിയാമല്ലോ, ഭാഗവതം ഒക്കെ വായിക്കുന്നത് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പം വായിക്കും ചില കാര്യങ്ങൾ അത് നോക്കാൻ വേണ്ടി. അവിടെ നിന്ന് ശാസിക്കുമൊന്നും ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ. അല്ല, ചില ഇളക്കം കയറിയാൽ എന്നെ അന്ന് അറിയാൻ മേല ചെയ്യുന്നത്. എന്നാൽ ഈ അവതാരം യേശു ക്രിസ്തുവിന്റെ അവതാരം മറ്റവതാരങ്ങൾ പോലല്ല. ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പണ്ടൊരാൾ ചോദിച്ചെന്നാ പറഞ്ഞ കന്യക എങ്ങനെയാ ഗർഭിണിയാകുന്നെന്ന്. അപ്പൊ പുള്ളി അതിന് മറുപടി പറഞ്ഞു, തൊടപിളർന്ന് ഒരു കൊച്ചിനെ എടുക്കാമെങ്കിൽ ഈ കന്യക ഗർഭിണിയാവുന്നുണ്ടോ? ഒരു കുഴപ്പമോ? യോടി പോട്ടെ. ഇതുങ്ങളെല്ലാം പേടിച്ച് കുനിഞ്ഞിരിക്കുക. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇനിയും പപ്രാളം ഉണ്ടാകണമെന്ന് ഓർത്ത് പുള്ളി ഇടയ്ക്ക് പറയുന്ന ഒരു ചെറിയ പേടി ഉണ്ടെന്ന്. അപ്പം വെറുതെ എന്തിനാ അടിയന്തരത്തിന് വന്ന് വെച്ച് മുടിയാന്തരമാക്കുന്നേ. യേശു ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെട്ട് കിട്ടി. ആ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ തിരുപ്പറവയെ പറ്റി വെളിപ്പാടുണ്ടായി. എല്ലാവരുടെയും ജനനം പോലല്ല യേശുവിന്റെ തിരുപ്പറവി. എല്ലാവരും ജനിക്കുന്ന പോലല്ല ക്രിസ്തുവേശുവിന്റെ തിരുജനനം. കന്യകാസുതനായിട്ടാണ് ഇവിടെ അവതരിച്ചത്. സ്തോത്രം. ആട്ടെ, എല്ലാം വിവരിക്കുന്നില്ല. മാത്രമല്ല, ആ തിരുപ്പറവ നമുക്ക് ലഭിച്ച ഈ ശിശുവിന്റെ വിശേഷതയാ മുമ്പേ നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ 9:6 മുതൽ ആ ശിശുവിന്റെ വിശേഷത. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം. ചില സാക്ഷിക്കാർ പറയുന്നത് യേശു ദൈവമല്ലെന്ന്. പൊട്ടാ, ഈ വാക്യമെങ്കിലും കേട്ടേച്ച് പോകും. എന്താ വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, സമാധാന പ്രഭു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെല്ലാം കാര്യം വെളിപ്പെട്ടു. ഒന്ന്, കന്യകാസൂനുമായി ഈ ഭൂമിയിൽ അവിടെ നിന്ന് അവതരിക്കും, അത് വെളിപ്പെട്ടു. 2, അങ്ങനെ അവതരിക്കുന്ന ഈ ശിശുവിന്റെ വിശേഷതകളാ 9:6 മുതൽ. മാത്രമാണോ, അത് കഴിഞ്ഞ് പുള്ളി ഈ ശിശു ചെറുപ്പത്തിൽ എന്തോ ഭുജിക്കും. 7:15 തിന്മ തള്ളി, തിന്മ തള്ളി. അത് തന്നെ വായിച്ചോ. തിന്മ തള്ളണമല്ലോ. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്നത് വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തൈരും തേനും എങ്ങനെയുണ്ട്? തൈരും തേന്. ഈ തേനൊന്നും അടിച്ചു മാറ്റിയ തേനല്ലേ? ഈ തേനെ മോട്ടിച്ച തേനല്ലെന്ന്. ഓ, തൈരും തേനും. അവിടെ എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പം ഞാൻ കയറുന്നില്ല. അപ്പം തൈരും തേനും കൊണ്ട് തിന്മ തള്ളി. എന്തുവാ ചെവി പറഞ്ഞു കൊടുക്കുക? ഞാൻ പിന്നെ അതിൻ്റെ പരുവത്തിന് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തോളാം. അല്ലേ, അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക.
പറഞ്ഞതിനകത്ത് എനിക്ക് മനസ്സിലായി. പുള്ളിയെ വെറുതെ തല്ലു കൊള്ളാൻ ഇടയാക്കരുത്. അപ്പൊ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്നത് വരെ തൈരും തേനും കൊണ്ട് അപ്പൊ കടിക്കുന്ന എന്ന് പറഞ്ഞ എൻ്റെ ഭാഷയാണ് സിമ്പിളായിട്ടുള്ള ഭക്ഷണം. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി, വേറെ അതിനപ്പുറം കയറി ചിന്തിക്കണ്ട. അപ്പുറം ചിന്തിക്കാൻ പോകുമ്പോഴാണ് പരുവക്കേടാകുന്നത്. ഇനി ഏത് കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് അതുകൊണ്ട് രേഖപ്പെടുത്തി. കാരണം തേജസ് കണ്ടതല്ലേ. ഏത് കുടുംബത്തിൽ നിന്ന് വരും? 11-1 വായിച്ചേ. 11-1. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഇശ്ശായിയുടെ കുറ്റിന്നാ. സ്തോത്രം. ഇശ്ശായിയുടെ കുറ്റിന്നാ, ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാ. ഒന്നുകൂടെ പറഞ്ഞ യഹൂദ ഗോത്രത്തിൽ നിന്നാ വരുന്നത്. 49:10 ഉൽപ്പത്തി 49:10 പുറകോട്ട് വാ. അവകാശമുള്ളവൻ 8 മുതൽ വായിച്ചു. അപ്പൊ പിന്നെ ആരോടാണ്? യഹൂദായേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. പിന്നെ നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. പിന്നെ യഹൂദ ഒരു ബാലസിംഹം. മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആരവനെ എഴുന്നേൽപ്പിക്കും? 10-ാം വാക്യം. അവകാശമുള്ളവൻ വരുവോളം അവകാശമുള്ളവനാണ് ക്രിസ്തുയേശു. ആമന് അവകാശമുള്ളവൻ വരുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാ. ആമൻ ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാ, ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നാ. ഇതല്ലേ യെശയ്യാവിനാ വെളിപ്പെട്ട് കിട്ടിയത്. സ്തോത്രം. ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ വന്ന സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. അമ്മായിയമ്മയും മരുമകളോട് മോവാബിൽ നിന്ന് രണ്ടുപേരുടെ അടിയുണ്ടാക്കാനാ വന്നത്. ഇത് വീട്ടിൽ നിന്ന് ഒന്നിച്ചിറങ്ങും. അവസാനം തള്ള അലമ്പുണ്ടാക്കി ഓട്ടോയ്ക്ക് കയറി പോവും. അല്ലെ തള്ള അങ്ങ് ടീപ്പേമ്മ പോയി, മോള് ചാരോലും പോയി. ഉടക്കാന്ന് ഇതുങ്ങൾ രണ്ട് ഇടയ്ക്ക് ഒരു തപ്പയും മാറില്ല. നേരെ ഇനി വരികയായിരുന്നു ബേത്ലഹേമിൽ. ആരാ? രൂത്തും നവോമി രണ്ടുപേരുടെ ബേത്ലഹേമിലെത്തി. അന്ന് ബേത്ലഹേമിൽ ലേഡീസ് മീറ്റിംഗ് നടക്കുക. ഒന്ന് വായിച്ചാലും എല്ലാവർക്കും സംശയമാണ്. 1:19. രൂത്തല്ലാതെ പിന്നെ പെണ്ണമ്മയാണോ? ജോടി രൂത്തിൻ്റെ പുസ്തകത്തിലല്ലയോ? 1:19. എന്തുവാ രൂത്തില്ല ഇപ്പം വന്ന് 1:19 താഴെ ഇടത്ത് വെച്ചത് താഴെ. അപ്പൊ രൂത്തിന്റെ പുസ്തകം 1:19 അത് താള് ഒട്ടിയിരിക്കുന്നത് കൊണ്ടാ. മുട്ടപ്പള്ളി എടുത്തോ? ഇല്ല, നമ്മളെടുത്തോ? ഉണ്ടോ? ഇത് വെച്ചോണ്ടാണ് വായിക്കാതിരുന്നത്. വായിച്ചു 1:19. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. പിന്നെ ഇവൾ നവോമിയോ എന്നും സ്ത്രീജനം പറഞ്ഞു. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വെച്ചാൽ ബോബസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വെച്ചാൽ ബോബസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വെച്ചാൽ ബോബസിൻ കാലായിൽ.
രണ്ടുപേരൂടെ നടന്ന് ബേത്ത്ലേഹേമിലെത്തി. അന്ന് ബേത്ത്ലേഹേമിൽ ലേഡീസ് മീറ്റിംഗാ. അന്ന് അവർ രണ്ടുപേരും വായിച്ചേ, ബേത്ത്ലേഹേം വരെ നടന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ത്ലേഹേം വരെ നടന്നു. അവർ ബേത്ത്ലേഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമി എന്ന് സ്ത്രീജനം. അതാ ലേഡീസ് മീറ്റിംഗ് ആന്ന് പറഞ്ഞ് ഇപ്പൊ തെളിഞ്ഞോ. സ്ത്രീജനം, പെണ്ണുങ്ങളുടെ യോഗം നടക്കുക. നുണയും കൊതിയൊന്നും പറയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ആയിരിക്കും. ഇത് ചിലയിടങ്ങളിൽ യോഗത്തിനാ വരുന്നെങ്കിലും ന്യൂസുമായിട്ടായി വരുന്നത്, അറിഞ്ഞോ? ഞാനൊന്നും പറയുന്നില്ല, വെറുതെ ആലോചന ഉണ്ടാക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ കൂടെ ക്ഷീണം വരും. രണ്ടുപേരും കൂടെ വേദലേക്ക് വന്ന് ലേഡീസ് മീറ്റിംഗ്. ചുരുക്കി പറഞ്ഞാൽ നവോമിയാണെന്ന് പറഞ്ഞു. അല്ല, എന്നെ ഇമ്പമെന്നൊന്നും വിളിക്കണ്ട, മാറ എന്ന് വിളിക്കണം. സർവശക്തൻ എന്നോട് ഏറ്റവും എന്തിനേറെ ഒടുവിൽ രൂത്ത് പെറുക്കുവാൻ പോയി. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ അവനോ ഇഷ്ടം തോന്നി. കോരി വെച്ച വെള്ളം കൊടുത്തു, ചാറ്റിൽ മുക്കി, വലിച്ചിട്ട കതിരുവൊക്കെ കൊടുത്തു. ഒടുവിൽ പട്ടണവാതിക്കൽ വെച്ച് ബോവസ് രൂത്തിനെ വേളികടിച്ചു. അതിന് മൂപ്പന്മാർ സാക്ഷികളായി. അവർ 4-ാം അധ്യായത്തിന്റെ 11 പറയുന്നുണ്ട്, ഇതിന് ഞങ്ങളുടെ സാക്ഷികൾ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ യഹോവ റാഗേലിനെ ലേയായം പോലെയാക്കട്ടെ. അവർ ഇരുവരുമല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതെടുത്തത് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചേട്ട് ഈ ബോവസും രൂത്തും കൂടെ ജീവിതം ആരംഭിച്ച ഒരു കൊച്ചിനെ കിട്ടി, ഓബേദ്. ഓബേദ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേഡീസ് മീറ്റിംഗ് കൂടെ. 4:16 ആയിരം. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി. അവന് ധാത്രിയായി തീർന്നു. അടുത്തത് അവളുടെ അയൽക്കാരികൾ. എങ്ങനെ അയൽക്കാരികൾ? ഇതേത് ബൈബിളാ? ഇതിലങ്ങനെ ആയിരിക്കും. എനിക്ക് കണ്ണു ഇപ്പൊ കാണാൻ മതി. കുഴപ്പമില്ല, അത് മനസ്സിലായാൽ മതി. അയൽക്കാരത്തികൾ. നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് അവൻ ഒബേദ്. അയൽക്കാരത്തികൾ അപ്പം സ്ത്രീകളാ, അതാ സ്ത്രീലിംഗമാണ്. അയൽക്കാരെന്നല്ല, അയൽക്കാരത്തികൾ സ്ത്രീകളാ, അല്ല ലേഡീസ് മീറ്റിംഗ്. നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ അവൻ ഒബേദ് എന്ന് പേര് വിളിച്ചു. അവൻ ഓബേദ് എന്ന് പേര് വിളിച്ചു. ഇപ്പൊ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, രൂത്ത് ഉണ്ട്, ബോവസ് ഉണ്ട്, ഇപ്പൊ ഉണ്ടായ കൊച്ച് ഓബേദുണ്ട്, വേറെ ഉണ്ട് ആൾക്കാർ. ബോവസിന്റെ അപ്പൻ ഷൽമോൻ ഇവിടെ ഉണ്ട്. ഷൽമോന്റെ ഭാര്യ റാഗാബ് എന്ന സ്ത്രീയെ വേശ്യ എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ റാഗാബ് എന്ന വേശ്യ, ഭർത്താവ് ഷൽമോന്റെ മകൻ ബോവസ്, ബോവസിന്റെ ഇപ്പോഴ ഭാര്യ രൂത്തിന്റെ അമ്മായിയമ്മ നവോമി, ഉണ്ടായ കൊച്ച് ഓബേദ്. എല്ലാം നല്ല പറ്റിയ പുള്ളിക്കാരാ. ഒരു വീട്ടിൽ രൂത്ത് 10-ാം തലമുറ എത്തിപ്പോലും നോക്കരുത്, അവളിപ്പോ പട്ടമഹിഷിയായി. റാഗാബ് എന്ന വേശ്യയുടെ വില, നായുടെ വില ആലയത്തിൽ കൊണ്ടുവരരുത്. അവളായിപ്പം വല്യമ്മ. അവള് വിശ്വാസത്താൽ ഇതിനകത്ത് കയറി. സ്തോത്രം. റാഗാബ് വിശ്വാസത്താൽ ഇതിനകത്ത് കയറി, രൂത്ത് കൃപയാൽ ഇതിനകത്ത് കയറി. അങ്ങനെ കയറിയതിനായി ഇതിനകത്തിരിക്കുന്ന മുഴുവനുണ്ടോ? വിശ്വാസത്താൽ ഇതിനകത്ത് കയറിയവരും കൃപയാൽ ഇതിനകത്ത് കയറിപ്പറ്റിയവരാ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നീ അകന്ന് നിൽക്കരുത്, ഒളിഞ്ഞു നിൽക്കരുത്. നീയും ഇതിനകത്ത് വിശ്വാസത്താൽ വാ. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തിൽ നിന്ന് ക്രിസ്തുവേശു ജനിച്ചിരിക്കുന്നത്. മത്തായി 1-ാം അധ്യായമായി കണ്ട നേരമില്ലാത്തതുകൊണ്ട് അറിയാമല്ലോ. സ്തോത്രം. ഇശായിയുടെ കുറ്റി. അപ്പോൾ ഈ കാര്യമൊക്കെ വെളിപ്പെടുത്തി കിട്ടിയത് യെശയ്യാവിനാ. കാരണം തേജസ് കണ്ടു. എങ്ങനെ ജനിക്കും, ആരിൽ കൂടിയാ ജനിക്കുന്നത്, ജനത്തിന്റെ വിശേഷത, ഏത് കുടുംബത്തിൽ നിന്ന് പിറക്കും. മാത്രമല്ല അവിടുന്ന് മരണത്തെ ജയിച്ചവനാണെന്നും വെളിപ്പെട്ടല്ലോ. 25-ാം അധ്യായത്തിന്റെ 8 തോന്നുന്നു. ഒന്ന് വായിച്ചേ. അത് തന്നെ വായിര്. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. മരണത്തെ ജയിച്ചവനായ യേശു. അതും വെളിപ്പെടുത്തി കൊടുത്ത യെശയ്യാവിന്. മരണത്തെ സദാകാലത്തേക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇനി മരണം ഉണ്ടാകുകയല്ലെന്നാ.
മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ കാൽവറിയിൽ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്നിരുന്ന എന്നെയും നിങ്ങളെയും യേശു രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയമെല്ലാം യെശയ്യാവിന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. മാത്രമാണോ ആ ശുശ്രൂഷയുടെ വിധങ്ങള് 42:1 വായിച്ചേ. 42:1. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ആ, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. പിന്നെ അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. അങ്ങനെയൊക്കെ ആ ദാസന്റെ വിശേഷത. തെരുവീതിയിലൊന്നും നമ്മള് തെരുവീതി കൂടെ ഒച്ചയും വെച്ച് ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ പിന്നെ അതിന് ഇടിമേടി ചൂപ്പാട് വരിക. ഇതൊക്കെ ദൈവമാ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കുന്നത് ഈ സുവിശേഷ വേലക്കാരെ അടുത്ത കാലത്ത് പിടികൂടി ഉപദ്രവിക്കുന്ന അല്ലല്ല. ഇത് തുടങ്ങിയ കാലം മുതലേ പ്രശ്നമാണ്. ഇപ്പൊ ഈ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മൊബൈലും മറ്റ് സംവിധാനങ്ങൾ വന്നപ്പോഴല്ലയോ അനങ്ങിയ ഉടനെ അറിയുന്നത്. 100 കണക്കിന് 1000 കണക്കിന് ദൈവമക്കളെയാ ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതും തകർത്ത്. അതൊന്നും ആരും അറിഞ്ഞുമില്ല, അവരാരും ഒന്നും പ്രശ്നത്തിനും പോയില്ല. പക്ഷെ ഈ മാർഗത്തിൻ്റെ ഒരു വിഷയം, ഇടിച്ചവനെയെല്ലാം ദൈവം പിടികൂടിയിട്ടുണ്ട്. മിക്കതും മാനസാന്തരപ്പെട്ട് ഇതിനകത്ത് വന്നു. പിന്നെ ബാക്കി ഭാഗം എന്നാന്ന് ഇപ്പൊ പൊതുവെ ഞാൻ പറയുന്നില്ല. പണ്ട് കൊതുക് പറഞ്ഞില്ല, ഒന്നെങ്കിൽ കുടിച്ചിയാകുമില്ലെങ്കിൽ അടിച്ചിയാകും, രണ്ടിലൊന്ന് നടക്കുമെന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. എത്ര 100 കണക്കിന് 1000 കണക്കിന് ദൈവമക്കളെ ഉപദ്രവിച്ച ഒരു മിഷണറിയെ ചുട്ടുകൊന്നില്ലേ? 2 കുഞ്ഞുങ്ങള് കത്തിയപ്പോൾ ഓടിയപ്പോൾ കുന്തത്തിന് കുത്തിയ ചായിട്ടത് ഇല്ലേ? ഈ മാർഗം അതാ. നിങ്ങളെ പള്ളിപ്രശ്നരാക്കും, ഉപദ്രവിക്കും, ശക്തമായ പീഡ വരും. പക്ഷെ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. സ്വർഗത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ മുഖം ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു. നടന്നത് സ്വർഗം തുറന്ന് യേശു കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക. വരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മഷികായോടു ചേർന്ന് പാട്. ഓ കത്തയേറെ സഖി വരൂ കല്ലേറടി കൊണ്ടു മരിച്ചവർ മഷികായോടു അഴുമ നാട്ടിൽ യേശു മകോന്നതനെ വേഗം കാണാ യേശു മകോന്നതനെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അടെ ഓടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ശുശ്രൂഷയുടെ അവൻ വിശേഷത മാത്രമല്ല അവിടുത്തെ തിരുഭരണം. 32 അങ്ങനെ വായിക്കുന്നത്. പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. 32 പെട്ടെന്ന് വായിച്ചോ. 1 ഒരു രാജാവ് നീതിയോടെ അപ്പൊ അവിടുത്തെ ഭരണം, പ്രഭുക്കന്മാർ മതി. ഇനി 1000 ആണ്ട് വാഴ്ച എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. പുതുവാന ഭൂമി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തിരുജനനം മുതല് പുതുവാന ഭൂമി വരെ യെശയ്യാവിന് വെളിപ്പെട്ടു. അതിന്റെ കാരണം യോഹന്നാൻ പറഞ്ഞിരിക്കുക, യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും അല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരും കാണേണ്ടത് യേശുവിനെയാ, യേശു ക്രിസ്തുവിനെയാ. കർത്താവിനെ കണ്ടവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. ഇന്ന് രാത്രി അന്യോന്യം കാണുകയല്ല, യേശു ക്രിസ്തുവിനെ കാണണം. ഈ പന്തല് വിട്ട് പോകുന്നതിന് മുമ്പ് യേശുവിനെ കണ്ടേച്ച് വേണം പോകാൻ. ഇതുപോലെ ഉന്നതൻ, മഹത്വമുള്ളവൻ, മഹിമയുള്ളവൻ, ശ്രേഷ്ഠൻ, ആമൻ, സ്തോത്രം, പരിശുദ്ധൻ, നിർമ്മലൻ, വിശ്വസ്തൻ വേറെ ആരുമില്ല. കാണേണ്ടവനെ ഇന്ന് രാത്രി കാണേണ്ടതുപോലെ കണ്ടാൽ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമാ. അങ്ങനെ കണ്ട ക്രിസ്തുവേശുവിന്റെ തിരുപ്പറവയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ വിശേഷതയാ 9-ാം അധ്യായത്തിന്റെ 6 പറയുക, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുത മന്ത്രി. യേശു ക്രിസ്തുവിന് വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാ. ഓടിച്ചൊന്ന് 2 കാര്യം പറഞ്ഞ് നിർത്താം. അത്ഭുത മന്ത്രി. ഇവിടെ ധാരാളം മന്ത്രിമാരുണ്ട്.
കേന്ദ്രത്തിലും കേരളത്തിലും എല്ലാ സംസ്ഥാനത്തിലും ഇന്ന് വരെ അത്ഭുത മന്ത്രിയില്ല. ഈ രാജ്യം സ്വാതന്ത്ര്യം ഇന്നലെ ലഭിച്ചു. അതിന് റിപ്പബ്ലിക് ദിവസമൊക്കെ ഇനിയും വരുന്നുണ്ട്, ചില മാസങ്ങൾ കഴിഞ്ഞ്. ഇന്ന് വരെ ഈ മഹാരാജ്യത്തിൽ ഒരൊറ്റ അത്ഭുത മന്ത്രിയും വന്നിട്ടില്ല. പണ്ടൊരു മന്ത്രി നമുക്കറിയാം, വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് ചില ക്രമീകരണം കൊണ്ടുവന്നപ്പോൾ പിന്നെ പ്രകടനവും ബഹളവും ഒക്കെ ആയപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് നെഞ്ചിനകത്തൊരു വേദന, പുള്ളിയെ അപ്പോളായിൽ അഡ്മിറ്റ് ചെയ്തു. അതാ ഇവിടുത്തെ മന്ത്രി. ചില മന്ത്രിമാർ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ഒന്നും മിണ്ടുന്നുമില്ല. അതാ ഇവിടുത്തെ നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. വേറെ ചില മന്ത്രിമാരുടെയൊക്കെ ഇന്ന കാര്യം അത് ആലോചിച്ച് പഠിച്ചേച്ച് പിന്നെ എന്ന് പറയും. ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല. ഇതിന് വേണ്ട പഠിത്തം മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ ധാരാളം ഭക്ഷ്യമന്ത്രിയുണ്ട്. ഇന്ന് വരെ ഒരൊറ്റ ഭക്ഷ്യമന്ത്രിയും അപ്പം എടുത്ത് വാഴ്ത്തി 5000 പേർക്ക് കൊടുത്തിട്ടില്ല. മന്ത്രിയോട് പറയാം 5 അപ്പമുണ്ട്, അയ്യോ എനിക്ക് പോലും തികയത്തില്ല. പിന്നെ ഇവിടുത്തെ മന്ത്രിമാരല്ല, ഇവിടുത്തെ മന്ത്രിയോട് പറയുക, ദൈവത്തിന് മഹത്വം, ഭക്ഷ്യക്ഷാമമേ, അപ്പം എടുത്ത് വാഴ്ത്തി വല്ലതും നുറുക്കി തന്നാൽ വല്ലതും ആകുമോ? എന്നാൽ അത്ഭുത മന്ത്രി അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി എല്ലാവരും തിന്നു, വിളമ്പിയവരെല്ലാം കൊട്ടക്കണക്കിന് കൊണ്ടുപോവുകയും ചെയ്തു. അതാ അത്ഭുത മന്ത്രി. അത്ഭുത മന്ത്രിയാണ് നസ്രയനാകുന്ന യേശു ക്രിസ്തു. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് അതിശയത്തിന്റെ ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, സൺഡേ സ്കൂൾ പിള്ളേർക്ക് അറിയാം. എടേ യേശു ക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതം ഏതാണ്? ഈ കറുത്ത ലൈനിട്ട് നീ നിന്റെ ബട്ടൺസ് എന്തിയാ? ബട്ടൺസ് എത്ര? എങ്ങനെ പോകച്ചില്ല ബട്ടൺസ്? യേശു ആദ്യം ചെയ്ത അത്ഭുതം ഏതാ? നിനക്കറിയാമോ? അവന് നിനക്ക് ഉറക്കെ പറയേ. എൻ്റെ സന്തോഷമൊക്കെ കല്യാണം. നീ മറുപടി പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കനാമിലെ കല്യാണ നാളിൽ, കനാമിലെ കല്യാണ നാളിൽ, കനാമിലെ കല്യാണ നാളിൽ ഞങ്ങൾ തമ്മിൽ ഒക്കുന്നില്ല അങ്ങോട്ട്. പിന്നെ ഞാൻ അടുത്ത് എടുക്കുമ്പോൾ പിന്നെയും കുഴയാന്ന് തോന്നല്ലേ? എന്നാലും കുഴപ്പമില്ല. മുമ്പേ പാടിയ കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്താൻ, ശുദ്ധജലത്തെ വീഞ്ഞാക്കി തീർത്താൻ, കരുണാനിധിയെ കനികണം ദിനവും, കരുണാനിധിയെ കനികണം ദിനവും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണം. അവൻ അത്ഭുത മന്ത്രിയാ. യേശുക്രിസ്തു അത്ഭുത മന്ത്രിയാ. അവിടുത്തെ ആദ്യത്തെ അത്ഭുതം വേറെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 2:11 പെട്ടെന്ന് വായിച്ചോ, വേഗത്തിൽ നടത്താം. 2:11 യോഹന്നാന്റെ സുവിശേഷം. 2 അവിടെ അല്ലയോ? നിങ്ങൾ പെട്ടെന്ന് വായിക്കല്ലേ, പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വായിച്ചതാ. ഈ ബൈബിളെല്ലാം ഒട്ടിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബൈബിള് തന്നെയാണ്. വായിച്ചു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച്, ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു ക്രിസ്തു ആദ്യത്തെ അടയാളം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. നമുക്കറിയാം 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഇത് യോഹന്നാന്റെ കല്യാണമാണെന്നാ ഈ എഴുതിയ യോഹന്നാന്റെ കല്യാണം. നമ്മൾ വല്ലവരും പാടുന്ന അതിലെല്ലാ വരിയിലും നമ്മുടെ പേര്
എൻ്റെ കല്യാണം. യോഹന്നാൻ മിണ്ടിയിട്ടില്ല. ഒരു കല്യാണം ഉണ്ടായി, പുള്ളിയുടെ കല്യാണമാണ്. യോഹന്നാന്റെ അമ്മയും യേശുവിൻ്റെ അമ്മയും ജ്യേഷ്ഠത്തി അനിയത്തിയ മറിയമും ശലോമയും. ശലോമയുടെ മകനാണ് യോഹന്നാൻ. അപ്പൻ്റെ പേര് സെബദി. ഒരു ബ്രദറുണ്ട് യാക്കോബ്. അതാ സെബദി പുത്രന്മാർ. ഇടിമക്കളും എന്നുമൊക്കെ പെട്ടെന്ന് കയറി കൊമ്പ് കോർക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ വിശ്വസിക്കാൻ നമ്മൾ തീ ഇറക്കിയ കേട്ടേന്ന്. പിന്നെ കർത്താവ് കൂടെ കൊണ്ട് നടന്നെല്ല പരുവത്തിനാക്കി എടുത്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അമ്മ ശലോമ, അമ്മയുടെ സഹോദരി മറിയം, മറിയത്തിന്റെ മകൻ ക്രിസ്തുവേശു, സ്ത്രീയുടെ സന്തതി. ശലോമയുടെ മകൻ യോഹന്നാൻ. ആ യോഹന്നാന്റെ കല്യാണമായി 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. പക്ഷെ പേര് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഗലീലയിലെ കാനാവിൽ, അതെന്നാ ഈ ഗലീലയിലെ കാനാവ്, നിങ്ങൾക്ക് വചനമൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഗലീല കാനാവ്. ആ ഗലീലയിലെ കാനാവ് എന്ന് പറഞ്ഞാൽ അത്ര നാടൻ ഭാഷ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമൊന്നുമല്ല. ഗലീല ഇരുണ്ട സ്ഥലമാണ്. വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും അവിടെ ഇല്ലെന്ന. വലിയ ജ്ഞാനികൾ ആരും ഈ ദേശത്ത് ഗലീലയിലില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 18 ഭാഷക്കാരെല്ലാം കൂടെ വന്നുകൂടിയപ്പോൾ ആമേൻ ദൈവത്തിന്റെ ദാസന്മാർ 120 പേര് കൂടുന്ന സംഘം ഒന്നിച്ച് മാളികമുറിയിൽ കൂടിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. മർമ്മങ്ങളാ പറയുന്നത്. അപ്പൊ ഈ 18 ഭാഷക്കാർ ഈ മർമ്മമെല്ലാം കൂടെ കേട്ടു പറഞ്ഞു, ഇവരെല്ലാം ഗലീലക്കാരല്ലേ. പിന്നെ ഈ മാർമിക വിഷയം പറയുന്നത്. അപ്പം ഗലീലക്കാർക്ക് അങ്ങനെ വലിയ മർമ്മങ്ങളൊന്നും വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് ആ പത്രോസിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് പഠിപ്പില്ലാത്തവരും സാമാന്യ ആൾക്കാരാ ഗലീലക്കാര്. പക്ഷേ യേശു ശുശ്രൂഷയ്ക്ക് ആദ്യം തെരഞ്ഞെടുത്തത് അവിടുന്ന്. ലോകം പരിഗണിക്കാത്ത, ലോകം അവൻ ആദരിക്കാത്ത, ലോകക്കാർ പഠിക്കുന്ന ആക്ഷേപിക്കുന്നവരെയാ യേശു തെരഞ്ഞെടുത്തത്. അടാ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 വായിച്ചേ. അവൻ ഗലീല കടൽപ്പുറത്ത് കൂടെ നടക്കുമ്പോൾ ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. 2 പേര് വീശുക. ചുമ്മാ വല എടുത്ത് വെച്ചേച്ച് ഉറങ്ങുകയല്ല. മീൻ കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് 2-ാമത്തെ കാര്യം. ഇളപ്പില്ലല്ലോ. ഇത് ആഴ്ച 3 യോഗം നടത്തും, പിന്നെ ഇളപ്പിട്ടിരിക്കുക. വീശുക. അപ്പൊ യേശു നോക്കി കൊള്ളാം. കർത്താവ് ഒന്ന് സൂട്ടിച്ചു. പത്രോസൊക്കെ നല്ല നല്ല മലയൊക്കെ നല്ല. അപ്പൊ യേശുവിന് മനസ്സിലായി കൊള്ളാം, വരാൻ പറഞ്ഞു. ഒക്കെ ഇട്ടേച്ച് യേശുവിൻ്റെ പുറകെ വീശുന്ന 2 എണ്ണം, പത്രോസും അന്ത്രയോസും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം വേറെ 2 പേര് വായിര്. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന. അവിടെ നിന്ന് ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അടുത്തത് അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും ഇടിമക്കള് സെബദിയുടെ പിള്ളാരാ പടകിലിരുന്ന് വല നന്നാക്കുക. മനസ്സിലായോ? 2 പേര് വീശുന്നു, 2 പേര്. ആ കർത്താവ് സർവജ്ഞാനിയാ. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവനെ വീശാൻ കൊള്ളാം, മറ്റവനെ നന്നാക്കാൻ കൊള്ളാം. 2നെ ഇഞ്ഞു വിളിച്ചു. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് തെറ്റിയില്ല. അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പം പെന്തക്കോസ്ത് നാളിൽ ഒറ്റ വീശ് 3000 എണ്ണം കയറി. തെറ്റിയില്ല. ഒറ്റ വീശിന് വീശി കയറ്റി. ഇതിനകത്ത് യോഹന്നാനൊക്കെ നന്നാക്കുന്നവരാ. യോഹന്നാൻ നന്നാക്കുന്നതിന്റെ തെളിവ് ഈ വല എന്തിനാ? മീനെ പിടിക്കാൻ. നന്നാക്കുന്ന എന്തിനാ? ഇതിനകത്ത് കയറിയത്. ഇതിനകത്ത് ഒത്തിരി ഇനം കയറും. കൂരി കാണും, കാരി കാണും. കുട്ടനാട്ടുകാരനായതുകൊണ്ട് ചില മീൻ്റെയൊക്കെ പേരറിയാം. കൂരി, കാരി, ചില്ലാങ്കൂരി,
മഞ്ഞക്കൂരി, നമുക്കതാ ഇഷ്ടമെന്ന് തോന്നുന്നു. മഞ്ഞക്കൂരി, ചില്ലാങ്കൂരി, കാരി, വലഞ്ഞില്. അവനെ പള്ളി ചെല്ലുമ്പം തല കാണിക്കും, പെന്തിക്കോസ് വരുമ്പം ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു മീനുണ്ട്, മോനറിയാം, പൂളോൻ. ഇപ്പം പിടുത്തം തരികയല്ല. കഴിഞ്ഞ കൊല്ലം നീ ഇവിടെ വന്ന് കേട്ടതാ. നീ പിടുത്തം തരാതെ പിന്നെയും പമ്മ നിൽക്കുക. കഴിഞ്ഞ കൊല്ലം ഈ യോഗത്തിന് നീ ഇച്ചിരി സ്വോത്ര കാഴ്ച കൊടുത്തതാ. പക്ഷെ ഇന്ന് വരെ മാനസാന്തരപ്പെട്ടിട്ടില്ല. നിന്റെ പേരാ പൂളോൻ. ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ഒരാറേ പോയതെല്ലാം പൂളോനും പിള്ളേരും. അപ്പൊ ഇതിനകത്ത് ഈ വലയ്ക്കകത്ത് പല മീനെ കയറും. പിന്നെ ഈ കാരി കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ മീൻ കയറുകയല്ല. കാരി കയറിയാൽ നേരത്തെ കയറിയതിനെ ഇവൻ കുത്തുകൊണ്ട് ഒത്തിരി എണ്ണ ഇതിനകത്ത് ഇരിപ്പുണ്ട്. മേരിക്കുട്ടി എന്ന് പറയുന്ന കാരി വലയ്ക്കകത്ത് കയറി അന്ന് മുതൽ അപ്പറേ പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കാരി കയറി. ഞാൻ 2 പേര് പറഞ്ഞതേ ഉള്ളൂ. പേരുകാര് യോഗം കഴിഞ്ഞ് താഴോട്ട് വന്ന് കാണണമെന്ന് പറയരുത്. അപ്പൊ ഈ വല എന്തിനാന്ന് ചോദിച്ചാൽ മീൻ പിടിക്കാൻ. നന്നാക്കുന്നത്, കണ്ണി പൊട്ടിയത്, കീറിയത് എന്തിനാന്ന് ചോദിച്ചാൽ കേറിയതൊന്നും ഇതിന് വെളിയിൽ യോഹന്നാനെ അതിനെ ഉപയോഗിച്ചു. യോഹന്നാനെ കൊണ്ട് എടുത്ത് ആരംഭിച്ചപ്പോൾ 2-ാം ലേഖനം 7-ാം വാക്യം വായിച്ചേ. 2-ാം ലേഖനം 7. വല കീറാൻ ഇതിനകത്ത് ആള് വന്നപ്പോൾ പുള്ളിക്ക് കെട്ടി. പിന്നെ ഒന്നും കുഴപ്പമില്ല, പതുക്കെ വായിച്ചാൽ മതി. എനിക്ക് ധൃതിയൊന്നും ഇല്ലെന്ന് 12-ആയിട്ട് പോയാൽ മതി. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞു. യോഹന്നാന്റെ ലേഖനം 2-ാം ലേഖനം 7-ാം വാക്യം. ഉറക്കെ വായിക്കുമോളെ. ആ ആ ആ യോഹന്നാന്റെ ലേഖനവും യോഹന്നാന്റെ 1-ാം ലേഖനവും 2-ാം ലേഖനവും 3-ാം ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ചാൽ ഈ വല കീറാൻ ഇതിനകത്ത് ഒത്തിരി കക്ഷികൾ കയറി. യേശുക്രിസ്തു ജഡത്തിൽ വന്നെന്ന് വിശ്വസിക്കാത്തവന്മാര്, വഞ്ചകന്മാർ ഈ വലയ്ക്കകത്ത് കയറി ഇതിനകത്ത് നിന്ന് നല്ല മീനെ പിടിച്ചോണ്ട് പോകാൻ വല പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ വല നന്നാക്കി. അവര് പലരും ഇതിനകത്ത് പുറപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ വല കെട്ടി. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നന്നായിട്ട് വല കെട്ടി. കാരണം 2-3 അധ്യായം മുഴുവൻ ഉപദേശ വിഷയങ്ങൾ സ്ഥാപിച്ചു. ഇസബേല് കീറാൻ തുടങ്ങി, കെട്ടി. സാത്താന്റെ പള്ളിക്കാർ ഇതിനകത്ത് കയറി, കെട്ടി. നിക്കോലോബിയാക്കാർ ഇതിനകത്ത് കയറി, വല കെട്ടി. ബിലിയാമിന്റെ ഉപദേശക്കാർ ഇതിനകത്ത് കയറി, വല കെട്ടി. കർത്താവിന് തെറ്റുപറ്റത്തില്ല. പത്രോസ് വീശാൻ മിടുക്കനാ, ഒറ്റ വീശിന് 3000. യോഹന്നാൻ വല കെട്ടാൻ മിടുക്കനാ, അടിച്ച് തീർത്താ അതിനകത്ത് വെച്ചേക്കുന്നേ. ഇസബേലിന്റെ ഉപദേശം, നിക്കോലോബിയ ഉപദേശം, ബിലിയാമിന്റെ ഉപദേശം എല്ലാം ഞാൻ പ്രസംഗിക്കാൻ സമയം എന്തോ നമുക്ക് നിർത്താറായില്ലേ? എന്നാ മതി. പണ്ടൊരാൾ പറഞ്ഞ അച്ഛൻ്റെ ഭാര്യ കാര്യമാണെന്ന്, എനിക്ക് എൻ്റെ ഭാര്യ കാര്യമെന്ന് പറഞ്ഞ പോലെ. യോഹന്നാന് ചൂടെ പറയാനോ? ഇത് മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് എല്ലാവരെയും ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പ്. ഗലീലക്കാര് വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല. അതുകൊണ്ട് അവർ ആത്മാവിൽ മർമ്മങ്ങൾ പറഞ്ഞപ്പോൾ മറ്റവർ അതിശയിച്ചു പോയി. ഇവരെല്ലാം ഗലീലക്കാരല്ലേ? നിനക്ക് വിദ്യാഭ്യാസം കുറവാണെന്നോ കുടുംബശ്രേഷ്ഠത ഇല്ലെന്നോ കഴിവില്ലെന്നൊന്നും പറഞ്ഞ് നീ ഒഴിഞ്ഞു നിൽക്കരുത്. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ഈ ഒടി എന്തിനാ ദൂരോട്ട് പോകുന്നത്? എന്നെ കണ്ടുപടി. ബോധവും വിവരമില്ലാത്ത എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന്. എന്നെപ്പറ്റി എല്ലാവരും പറയണ്ട അയാൾക്ക് വിവരമില്ലെന്ന്. ഞാനും സമ്മതിക്കുന്നുണ്ട്. അതൊരു ഉണ്ടെന്ന് ഞാൻ ഇന്ന് വരെ എനിക്ക് വിവരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, ആളെ പറയത്തുമില്ല. ആ വിവരമില്ലാത്ത എന്നെ ദൈവം ഇത്രത്തോളം അത് കണ്ടുപടി, എന്നെ കണ്ടുപടി. യാതൊരു ബോധവും വിവരമില്ലാത്ത എന്നെ ദൈവം ഇങ്ങനെ ഇത്രയോ നേരവും നിങ്ങൾ കൊത്തയാന്നതിൽ കേട്ടിരിക്കുന്നുള്ളൂ. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. പിടിക്കുന്ന എല്ലാവരും ദൈവത്തിന് ആവശ്യമാണ്. ചില ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യമില്ലെന്ന്. ഒരു ഉദാഹരണം
ഇപ്പൊ ഞങ്ങൾ ദൈവദാസന്മാരെല്ലാം സ്റ്റേജിലിരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഇവർ പാട്ട് പാടുന്നു, വാദ്യം പറഞ്ഞു, എല്ലാവരും ദൈവത്തിന് ആവശ്യമാണ്. ഇപ്പൊ ഒരു വലിയ വീട്ടിലെ എല്ലാ പാത്രവും എപ്പോഴും ഉപയോഗിക്കത്തില്ലല്ലോ, ഉപയോഗിക്കുമോ? അത് ആളിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ അനുസരിച്ചാ. പക്ഷെ വീട്ടിൽ പാത്രമെല്ലാം വേണം. അപ്പനും അമ്മയും 2 പിള്ളേരുണ്ടെങ്കിൽ ചെമ്പെടുത്ത് വെച്ചാന്നോ കഞ്ഞി ഉണ്ടാക്കുന്നത്? ചെമ്പ് കാണും വീട്ടിൽ, എടുക്കുകയല്ല. അതിന് ചെറിയ പാത്രമുണ്ട്, അതെന്നാലും കയറ്റും. പക്ഷെ ആള് കണ്ടമാനം കൂടി വരുമ്പം എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും ആവശ്യമുണ്ട്. അതിഥികൾ വീട്ടിൽ വരുമ്പോൾ സഹോദരിമാർക്കറിയാം, മാറ്റി വച്ചിരിക്കുന്ന പ്ലേറ്റ് ഉണ്ട്, ഫോറിൻ പ്ലേറ്റ്, അതെടുക്കും. അതിഥികളൊക്കെ വരുമ്പോൾ ഇല്ലേ, എടുത്തുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കും. ഉടനെ ആ പ്ലേറ്റ് പറയാ, ഈ വീട്ടിലെ ഏറ്റവും നല്ല പ്ലേറ്റും ഏറ്റവും നല്ല ആള് ഞാനാ, എന്നെ കവിഞ്ഞ് വേറെ ആരും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അതിഥികൾ വരുമ്പോൾ കൊണ്ട് വെക്കുന്ന പ്ലേറ്റ് നല്ല പ്ലേറ്റാ, സൂക്ഷിച്ചാ വെക്കുന്നത്, എപ്പോഴും എടുക്കത്തുമില്ല, വല്ലപ്പോഴും എടുക്കുന്നത്. ഇതിനകത്ത് കൊണ്ട് ആ ഭക്ഷണം വിളമ്പുന്ന. പക്ഷേ ഈ പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്ലേറ്റിനകത്ത് ഭക്ഷണം വരണമെങ്കിൽ അടുപ്പേലൊരു കലവിരിപ്പുണ്ട്. അടുപ്പേലൊരു കലം ഇരിക്കുന്നത് കൊണ്ടാ ഈ പോറും പ്ലേറ്റായി ഈ ഭക്ഷണം. ഞങ്ങൾ ഇപ്പം ഈ സ്റ്റേജിൽ നിന്ന് വിലസുന്നു നിങ്ങളുടെ ഭാഷയില. ഞങ്ങൾ വിലസുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിൻപിൽ ആരും അറിയാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അവരെ ഇവിടെ സ്റ്റേജുകളൊന്നും കാണത്തില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഇരിക്കുക, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച് കണ്ണുനീരൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. എല്ലാവരെയും ദൈവത്തിന് ആവശ്യമാണ്. വീശുന്ന നിന്നെയും ദൈവത്തിന് ആവശ്യമാണ്. വല നന്നാക്കുന്ന നിന്നെയും ദൈവത്തിന് ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആര് ദൈവത്തിന് വേണ്ടാത്തവരല്ല, എല്ലാവരെയും ദൈവത്തിന് ആവശ്യമാണ്. ഇന്ന് രാത്രി ആ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഗലീലയിലെ കാനാവ് വല്ലാത്ത സ്ഥലമാണ്. കാരണം ശലോമോന്റെ കാലത്ത് ആലയം പണിക്ക് തടി മേടിച്ച ഹീരാമ് ശലോമോന് ആയിട്ട് ധാരണ വന്നു. തടിയെല്ലാം കൂടെ കൊടുത്തപ്പോൾ ശലോമോൻ ഹീരാമിന് കൊടുത്തത് 20 പട്ടണമാണ്. ആ 20 പട്ടണത്തിൽ ഇത് ഗലീലയിലെ കാന, അതെല്ലാം ഗലീലാദേശം. ഗലീലാദേശം ഒന്ന് വായിച്ചേര്. 11-ാം വാക്യമാണ് വായിക്കേണ്ടത്. 9:11 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം 10 മുതൽ വായിര്. താളിങ്ങോട്ട് മറിക്കാൻ വേണ്ട വലത്ത് വശത്ത് ഒരു കണ്ണികയുണ്ട്, ഇങ്ങോട്ട് മറിച്ച് 10-ാം വാക്യം മുതൽ ഒരു കണ്ണികയില്ലേ, വായിച്ച് 9:10 മുതൽ. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവാകുന്ന ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീലാദേശത്ത് 20 പട്ടണം. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഗലീലാദേശത്ത് 20 പട്ടണം. ഈ പട്ടണം അത്ര നല്ല പട്ടണമല്ല. അതുകൊണ്ട് ശലോമോൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹീരാം ചോദിച്ചു, സഹോദര ഇതെന്നതാ? അതുകൂടെ ഒന്ന് വായിച്ചു, എല്ലാവരും കേൾക്കട്ടെ. എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കൈക്കകത്താണ്, അവിടെ അല്ലേ പുള്ളി എന്നെ നോക്കുന്നത്, എന്നാന്ന് ചോദിച്ചു. ഇത് വായിതേ. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. കാരണം അങ്ങനത്തെ ആ കൊടുത്തത് ചിലര് കൊടുക്കും, ഗുണം പിടിക്കാൻ കൊടുക്കുകയല്ല. ഗുണം പിടിക്കാനായിട്ട് കൊടുക്കുകയല്ല. ഗുണം പിടിക്കുന്ന രീതിയിൽ കൊടുക്കാത്തവർ ഒത്തിരി ഉണ്ട്. ചില വീട് വെച്ച് കൊടുക്കുന്നില്ല, 2 മുറി ഒരു ചെറിയ ചായ്പും 50 പേർക്ക്. എന്നാൽ പിന്നെ അത് 25 പേർക്കായിട്ട് ഒരു 3 മുറി ഒരു മുടുത്ത ഹാളും കൂടെ കൊടുത്തിരുന്നെങ്കിൽ മിണ്ടുന്നില്ല. പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്തെന്ന് പട്ടണം ഇതിനാണോ തരുന്നത്? അടുത്തത് അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം എന്ന്. കാബൂൽ ദേശം ഇരുണ്ട സ്ഥലമാ, അന്ധകാര സ്ഥലം, വല്ലാത്ത ദേശമാണ്. അതിനെപ്പറ്റിയായി യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാവ് 9:1 മുതൽ വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. 9:1 മുതൽ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ധീരത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിലേക്ക് മഹത്വം വരുത്തി. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് അന്ധതമസ്സുള്ള ദേശം, ഇരുട്ടുള്ള ദേശം, തിമിരമുള്ള ദേശം, ഇരുണ്ട ദേശം, കാബൂൾ ദേശം, ഗലീല ദേശം, ഇതെല്ലാം വല്ലാത്ത ദേശമാണ്. ഇനി 4:12 മത്തായി 4:12. ഇന്ന് വാക്യമായി ചൂപ്പാട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും വായിച്ചു തരുന്നുണ്ടല്ലോ, വലിയ സന്തോഷം. അനുഗ്രഹിക്കട്ടെ. 4:12 വായിച്ചേ. അവിടെ സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും
ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം. ചുരുക്കി പറഞ്ഞാൽ വല്ലാത്ത ദേശമായി ഈ ഗലീല, കാന, അവിടെ യേശു ആദ്യത്തെ മഹത്വം വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് യേശു മാറ്റിത്തരും. ദേശത്തിന്റെ ഇരുട്ട് യേശു മാറ്റും. രണ്ട് കാര്യം പറയാതെ ഈ വന്ന കാലത്ത് പറയാനൊക്കത്തില്ല. ദേശത്തിന്റെ ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. വ്യക്തികളുടെ ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റിയ മാർഗമാണ് സുവിശേഷം. ആ സുവിശേഷത്തെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ആരെല്ലാം രംഗത്ത് വന്നാലും രംഗത്ത് വരുന്നവര് കുടയുന്നതല്ലാതെ സുവിശേഷത്തിനൊരു കുഴപ്പവും വരത്തില്ല. കാരണം ഇത് ഉയർത്തെഴുന്നേറ്റ മാർഗമാണ്. ദൈവത്തിന് മഹത്വം. അടിച്ചും അടികിട്ടിയും ഉപദ്രവിച്ചും ഉപദ്രവമേറ്റും പീഡനമേറ്റും പീഡയേറ്റും പങ്കപ്പാട് സഹിച്ച ഈ മാർഗം ഇത്രത്തോളം കാശിന്റെ മുഷ്കു കൊണ്ട് വളർന്നതല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ട് വളർന്നതല്ല ഈ മാർഗം, കായബലം കൊണ്ട് അടിച്ചു നേടിയ മാർഗമല്ലിത്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിശേഷത ഈ ലോകത്തിൽ ഇതുപോലെ മരണത്തിന്റെ യേശുവിന്റെ മരണം പറയും പോലെ വേറെ ആരുടെ മരണത്തെയാ പറയുന്നേ? വേറെ ആരുടെ മരണത്തെയാ പറയുന്നേ? മഹാത്മാഗാന്ധി മരിച്ചു, ആ ദിവസം ഓർക്കും, പേപ്പറിലും വരും. ജവഹർലാൽ നെഹ്റു, ചാച്ചാജി മരിച്ചു, ആ ദിവസം ഫോട്ടോയും ഒക്കെ വരും. മനോരമയുടെ കണ്ടത്തി മാപ്പിള മരിച്ചു, ആ ദിവസം ഇപ്പൊ ചെറിയ ഫോട്ടോയാ വരുന്നത് മൂലയ്ക്ക്. അയ്യോടി പുള്ളി ഇന്നാണ് മരിച്ചേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം എല്ലാ ദിവസവും വിളംബരം ചെയ്യുക. ചില സഭകളിലാണ് ഇത് ഓർക്കാത്ത ഒറ്റ ആഴ്ചയില്ല. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ ഒരുക്കി വച്ചിരിക്കുക തിരുമേശ, അവിടുത്തെ തിരുമരണത്തെ ഓർപ്പിക്കുന്നതാ. എന്താണെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ മാർഗമാ. ഇന്നും ഇത് ജീവിക്കുന്ന മാർഗമാ. സുവിശേഷമായി ഇരുട്ട് മാറ്റുന്നത് നിന്റെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ, രാജ്യത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. അതെല്ലായിടത്തും പറഞ്ഞോണം. ആരെ നിർബന്ധിക്കുവൊന്നും ചെയ്ത് നിർബന്ധിച്ചൊന്നും ചുമ്മാ പറയാനതാ. മതം മാറ്റം ആര്? ഇവിടെ ആരെയും മതം മാറ്റുന്നൊന്നുമില്ല. അങ്ങനെ മാറ്റുകയും ചെയ്യരുത്. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. എന്നെ മതം മാറ്റിയതൊന്നുമല്ല, യേശു എന്നെ സൗഖ്യമാക്കിയതാ. ആരും എന്നെ വിളിച്ചതുമല്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചന്ത ചെല്ലുമ്പോൾ മീൻകാർ വിളിക്കും, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, പച്ച പച്ച വാ വാ. ഇപ്പൊ പിടിച്ചതാ പിടയ്ക്കുന്നെന്ന്, 5 ആഴ്ചയായതാ. ഇത് അങ്ങനത്തെ മാർഗമൊന്നുമല്ല. ദൈവത്തെ ആരും നിർബന്ധിച്ചതുമല്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എൻ്റെ നെറ്റി കളഭക്കുറിയും ദേഹത്തുമൊക്കെയുണ്ട്. ഞാനിതുപോലെ ഒരു ഉത്തരീയമുണ്ട്, കയ്യിൽ പ്രസാദമൊക്കെയുണ്ട്. അതുമായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ സുഖമില്ലാത്ത സമയമാണ്. ഇതുപോലൊരു വീടിൻ്റെ മുറ്റത്ത് യോഗം. ആരും നിർബന്ധിച്ചതല്ല, ആരും വിളിച്ചതുമല്ല. എൻ്റെ ഹൃദയത്തിൽ തോന്നി ഇവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും, അങ്ങോട്ട് എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. ദൈവദാസന്മാർ ചിലർ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കി. അല്ലാതെ ആരും എന്നെ വിളിച്ചതല്ല. നീ പറയാ കർവാവസി നിന്റെ കുന്തം പോടാ. അല്ല, അങ്ങനെ വരുന്നവരെ അങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നതാ നല്ലത്. എന്തിനാ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്? അല്ല, അങ്ങനെ വരുന്നവർ തിരിച്ചു പോകുന്നല്ലയോ നല്ലത്? നീ ഇവിടെ വന്ന് ഇങ്ങനെ തലയാട്ടും പോലെ തലയാട്ടുന്നത്. ഇവിടെ പൈസ കൊടുക്കാനും പറഞ്ഞ് ആരെയും വിളിച്ചിട്ടില്ല, വീട് വെച്ച് കൊടുക്കാനും പറഞ്ഞ് ആരെയും വിളിച്ചിട്ടില്ല, കാശ് തരാനും പറഞ്ഞ് ആരെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് തന്നെ പരുവക്കേടിലായിരിക്കുന്നത്. പിന്നെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ എങ്ങനെയാന്ന് ഓർത്ത് പുള്ളി വെപ്രാളപ്പെട്ടിരിക്കുക. ഇങ്ങനെ വണ്ണിച്ചൊക്കെ ഇരിക്കുന്നുള്ള ആ തീ. സത്യം പറ ആചുണ്ടോ? പുള്ളി പറയുന്ന നോക്കട്ടെ. അയ്യോ, ഇത് കാശ് കൊടുത്തൊന്നും ഉണ്ടാക്കുന്ന ആളെ കൂട്ടുന്ന മാർഗമല്ല. അങ്ങനെ തരാനും ഒക്കത്തില്ല. സ്തോത്രം. ഞങ്ങൾ രക്ഷയുടെ സുവിശേഷമായി പറയാനേ. യേശു നിന്നെ രക്ഷിക്കും, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കും, യേശുക്രിസ്തു നിന്നെ വിടിവിക്കും, നിന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തെ മാറ്റിത്തരും. എങ്ങനെ അറിയാം? അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാ സുവിശേഷം. ഇന്ന് രാത്രി ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഈ പന്തലിൽ കൂടിയ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക.
ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല, നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സകല അന്ധകാരത്തെ, തിമിരത്തെ, ബന്ധനങ്ങളെ മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അലോകുന്ന ഞങ്ങളുടെ സുവിശേഷം. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണം കൈ അടിച്ച് പാടാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇരുന്നോണ്ട് പാടിയാ മതി. അപ്പൊ 2 ശീല് പാടിയാ മതി. കൊല്ലുന്ന മരണത്തിൻ കോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇനി തല്ലും ഭയമില്ല മൃത്യു. കൈയടിച്ച് ജയം യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു.